എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കേണ്ടത്, ഏതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പം വ്യൂസ് കിട്ടാൻ വേണ്ടി ഉറപ്പായി ഓണാക്കേണ്ട 8 സെറ്റിങ്സ്, പ്രത്യേകിച്ച് ഈ സെറ്റിങ്സ്, അതും മറ്റാരും നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത ഈ സെറ്റിങ്സ് എന്താണെന്ന് തുടങ്ങി നിങ്ങളുടെ യൂട്യൂബ് ചാനലുമായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എങ്ങനെ കണക്ട് ചെയ്യാന്ന് വരെ ഞാൻ ഈ വീഡിയോ കാണിച്ചു തരും. അതായത് ഈ വീഡിയോയിൽ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാം, വ്യൂസിന്റെ സെറ്റിങ്സ് എങ്ങനെ ഓണാക്കാം, ലോഗോ എങ്ങനെ ഉണ്ടാക്കാം, ബാനർ എങ്ങനെ ഉണ്ടാക്കാം, മോണിറ്റൈസേഷൻ എന്നാൽ എന്ത്, മോണിറ്റൈസ് എങ്ങനെ ചെയ്യാം, സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിന് എത്ര ക്യാഷ് കിട്ടും, ലൈക്കിന്റെ എണ്ണത്തിന് എത്ര ക്യാഷ് കിട്ടും എന്നെല്ലാം ഈ ഒരൊറ്റ വീഡിയോ ഞാൻ പറഞ്ഞു തരും. ആൻഡ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായാൽ മാത്രം മതി. ചുരുക്കി പറഞ്ഞാൽ ഒന്നും അറിയാത്ത ഒരാളെ എല്ലാം അറിയാവുന്ന ഒരു യൂട്യൂബർ ആക്കി മാറ്റുന്നതാണ് ഈ വീഡിയോ. ഈ യൂട്യൂബിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങളെന്ന് പറയില്ലേ, അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പം ആൾറെഡി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ചെയ്ത സെറ്റിങ്സ് ഒക്കെ കറക്റ്റായിട്ടായിരുന്നോ എന്ന് അറിയാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. സോ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാം? ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു ഗൂഗിൾ അക്കൗണ്ടാണ്. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് നേരത്തെ അതൊരെണ്ണം ഉണ്ട് എന്നത് ഉറപ്പാണ്. സോ ഒന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള അക്കൗണ്ടിൽ തന്നെ പുതിയൊരു ചാനൽ തുടങ്ങണം, അല്ലെങ്കിൽ പുതിയൊരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ ഒരു പുതിയ ചാനൽ തുടങ്ങണം. എൻ്റെ അഭിപ്രായത്തിൽ പുതിയൊരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കുക. ആൻഡ് അതിന് ഇത്രയും കാരണങ്ങളുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി യൂട്യൂബ് തുറന്ന് താഴെയുള്ള ഈ യു എന്നതിൽ തൊട്ട് സ്വിച്ച് അക്കൗണ്ട് എടുത്ത് ദാ ഈ കാണുന്ന പ്ലസ് ഐക്കണില്ലേ അതിൽ തൊടുക. ഇനി നിങ്ങളുടെ മൊബൈലിൽ ലോക്ക് ഉണ്ടെങ്കിൽ ആ ലോക്ക് സ്ക്രീനിൻ്റെ പാസ്വേഡ് ഇവിടെ കൊടുക്കുക. അതുവഴി നമ്മൾ ഇവിടെ എത്തും. ഇവിടാണ് നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ക്രിയേറ്റ് അക്കൗണ്ട് എന്നതിൽ തൊട്ട ഇങ്ങനെ 2 ഓപ്ഷൻ കാണിക്കും. ഇത് കാണുമ്പോൾ എന്നെ പോലെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും പേഴ്സണൽ അക്കൗണ്ട് ആണോ അതോ വർക്ക് ഓർ ബിസിനസ് അക്കൗണ്ട് ആണോ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നല്ലത് എന്ന്. ഇവിടെ ബാക്കിയുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ട് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കരുത്, ഇതിലെ ഉണ്ടാക്കാവുള്ളൂ എന്നാണ്. അതിന് അവർ പറയുന്ന കാരണം പേഴ്സണൽ അക്കൗണ്ടിൽ നിങ്ങൾക്ക് മറ്റേതിനെ വെച്ച് നോക്കുമ്പം ചില ഫീച്ചേഴ്സ് കിട്ടത്തില്ല എന്നതാണ്. നോക്ക് ശരിയാ, അങ്ങനെ ചില ഫീച്ചേഴ്സ് പെയ്ഡ് ആയിട്ടുണ്ട്, കാശ് കൊടുത്താൽ കിട്ടുന്ന ചില ഫീച്ചേഴ്സ് ഉണ്ട്. എന്നാൽ അതൊന്നും തന്നെ ഒരു യൂട്യൂബ് ചാനലുള്ള ആൾക്ക് ആവശ്യം വരില്ല. അതായത് നിങ്ങൾ ബിസിനസ്സിൻ്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ ചെയ്യ്, കുഴപ്പമില്ല. എന്നാൽ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇതിൽ ഏത് തന്നെ കൊടുത്താലും കുഴപ്പമില്ല. ഒന്നുകൂടി പറയുന്നത്, ഏത് തന്നെ കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഈ ചാനൽ ഉണ്ടാക്കിയത് പേഴ്സണൽ അക്കൗണ്ട് വഴിയാണ്. ഇപ്പോൾ ഇത് മോണിറ്റൈസ്ഡ് ആണ്, എനിക്ക് കാശും കിട്ടുന്നുണ്ട്. ആൻഡ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞതിൻ്റെ പ്രൂഫ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയും ഞാൻ ഫോർ മൈ പേഴ്സണൽ യൂസ് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ഇവിടെ നിങ്ങളുടെ പേര് കൊടുക്കുക, എന്ത് വേണമെങ്കിലും കൊടുക്കാം, കാരണം ഇത് വലിയ കാര്യമില്ല. ശേഷം താഴെയുള്ള ഈ നെക്സ്റ്റ് തൊടുക. സെയിം രീതി ഇവിടെ നിങ്ങളുടെ ബർത്ത് ഡേറ്റും ഇവിടെ നിങ്ങളുടെ ജെൻഡറും കൊടുക്കുക. ശേഷം നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ എത്തും. നോക്കി ഇവിടെ നിങ്ങൾ ഒരു Gmail ID പുതിയത് ഉണ്ടാക്കുക. ഇനി ഉണ്ടാക്കാൻ വയ്യാമെങ്കിൽ ഇതിലേതായാലും തൊട്ടാലും മതി. എന്നാൽ പുതിയ ഒരെണ്ണം ഉണ്ടാക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. ഞാനിവിടെ ഇങ്ങനെ ഒരെണ്ണം കൊടുത്ത് നെക്സ്റ്റ് അടിച്ചു. ആൻഡ് വേറെ ആരും ഇതെടുത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു Gmail ID യൂസ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഗൂഗിൾ അക്കൗണ്ടിന് പാസ്വേഡ് സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡായിട്ട് എന്ത് തന്നെ കൊടുക്കാം. എന്നാൽ ആ കൊടുക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും മറക്കുകയോ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ ചെയ്യല്ലേ. കാരണം അത് തെറ്റായ ആളുകൾക്ക് കിട്ടിയാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. ഇനി ഇത് നിങ്ങൾ മറന്നാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കൊണ്ട് കളയും. അതുകൊണ്ട് മറക്കാത്ത, ആർക്കും എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റാത്ത പാസ്വേഡ് ഇടുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. ശേഷം ഇവിടെ തൊടുക, ഇവിടെ തൊടുക, ഇവിടെ തൊടുക. ഇതോടുകൂടി ഒരു പുതിയ Gmail അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. ഇനി യൂട്യൂബ് എടുത്താൽ ആ പുതിയ Gmail വന്നേക്കുന്നത് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കണം. അതിനായിട്ട് ഇവിടെയുള്ള ക്രിയേറ്റ് എ ചാനൽ എന്നതിൽ തൊട്ടാൽ മതി. അപ്പോൾ നിങ്ങൾ ഇവിടെ എത്തും. ഈ ഭാഗത്ത് നിങ്ങൾക്ക് ലോഗോ ഇടാം, ചാനലിന് പേര് കൊടുക്കാം, ഹാൻഡിൽ നെയിം കൊടുക്കാം. ലോഗോ നമ്മൾ ഇപ്പോൾ ഇടത്തില്ല, അത് പിന്നെ കൊടുക്കും. അതുകൊണ്ട് ഇപ്പം നമുക്ക് പേരും ഹാൻഡിൽ നെയിമും കൊടുക്കാം. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ചാനലിന് ഇടാൻ ആഗ്രഹിക്കുന്ന പേരെന്താണോ അത് ഇവിടെ കൊടുക്കുക. ഞാൻ ലേൺ വിത്ത് എഡിക്സ്റ്റർ എന്ന് കൊടുക്കുന്നു. ഇനി താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഹാൻഡിൽ നെയിം എന്നും പറഞ്ഞ്. ഇതെന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചുരുക്കിയൊന്ന് പറയാം. നമുക്ക് ചാനൽ നെയിം ആർക്ക് വേണേലും എന്ത് വേണേലും കൊടുക്കാം. അതിപ്പം വേറെ ആരെങ്കിലും നേരത്തെ യൂട്യൂബിൽ ഉപയോഗിച്ചിട്ടുള്ള പേരാണേലും നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ M4Tech എന്ന് പറയുന്നത് ഇവരാണ്. എന്നാൽ ഈ പേര് എനിക്കും ചാനൽ തുടങ്ങാൻ പറ്റും. പക്ഷേ ഇവരുടെ ഈ ഹാൻഡിൽ നെയിമായ M4Tech ഒഫീഷ്യൽ എനിക്കെന്നല്ല ആർക്കും ഇതേ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഹാൻഡിൽ നെയിം എന്നത് നിങ്ങൾക്ക് മാത്രം ഇടാൻ പറ്റുന്നതും മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുമായ ഒരു യുണീക്ക് നെയിമാണ്. ആൾസോ കമൻറ്റിലും ഷോർട്സിലും മറ്റും നിങ്ങളുടെ ഹാൻഡിൽ നെയിം ആകും കാണിക്കുക, ചാനൽ നെയിം അല്ല. സോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടതിടുക. അത് മറ്റാരും എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഇതെല്ലാം കറക്റ്റായിട്ട് കൊടുത്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ക്രിയേറ്റ് എ ചാനൽ എന്നതിൽ തൊടുക. ഇതോടുകൂടി നിങ്ങളൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിരിക്കുന്നു. ഈ വ്യൂ ചാനൽ എന്നതിൽ തൊട്ടാൽ നിങ്ങൾ ഉണ്ടാക്കിയ ചാനൽ കാണാവുന്നതാണ്.
ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഓൺ ആക്കേണ്ട 8 സെറ്റിങ്സും ലോഗോ ബാനർ ഉണ്ടാക്കേണ്ട രീതിയും പറഞ്ഞുതരാം. ഇതിനു വേണ്ടി നിങ്ങളുടെ ഫോണിലുള്ള ക്രോം ബ്രൗസർ എടുത്ത് അതിൽ ഞെക്കി പിടിക്കുക. അപ്പോൾ ഇതുപോലെ വരുന്ന ഐക്കണിൽ തൊട്ടാൽ, അതായത് ആപ്പ് ഇൻഫോയിൽ തൊട്ടാൽ നിങ്ങൾ ഇവിടെ എത്തും. ശേഷം ഇവിടെ തൊട്ട് മാനേജ് സ്പേസ് എടുത്ത് ക്രോമിനെ ക്ലിയർ ഡേറ്റ ചെയ്യുക. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാക്കിയ ജിമെയിൽ ID ക്രോമിൽ എടുക്കാൻ വേണ്ടിയാണ്. ആൻഡ് അത് ചെയ്യാൻ അറിയാത്തവർക്ക് ഇങ്ങനെ ചെയ്താൽ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ആൻഡ് ഇപ്പം നിങ്ങൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെ വരും. സോ എഗ്രി കൊടുക്കുക. പുതുതായിട്ടുണ്ടാക്കിയ ജിമെയിൽ ID ഇവിടുന്ന് സെലക്ട് ചെയ്ത് യെസ് ആം ഇന്നിൽ തൊടുക. ഇനി ഈ 3 ഡോട്ടിൽ തൊട്ട് ഡെസ്ക്ടോപ്പ് മോഡ് എനേബിൾ ചെയ്യണം. ശേഷം studio.youtube.com എന്ന് ഇതേ രീതി നിങ്ങൾ മൊബൈലിൽ സെർച്ച് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ വരുമ്പം ഈ കണ്ടിന്യൂ ടു സ്റ്റുഡിയോയിൽ തൊടുക. അപ്പോൾ നിങ്ങൾ ഇവിടെ എത്തും. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ലാപ്ടോപ്പിൽ കാണിച്ചു തരാം. എന്തെന്നാൽ മൊബൈലിലെ വൈറ്റ് സ്റ്റുഡിയോയും ലാപ്ടോപ്പിലെ വൈറ്റ് സ്റ്റുഡിയോയും സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. സോ മൊബൈലിലെ ഈ ചെറിയ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നതിനേക്കാളും നന്നായി ലാപ്ടോപ്പിൽ ഇങ്ങനെ വലുതായിട്ട് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ലാപ്ടോപ്പിൽ കാണിക്കുന്നത്. സോ ലാപ്ടോപ്പിൽ ഞാൻ വൈറ്റ് സ്റ്റുഡിയോ എടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്കിതിൽ ആദ്യം തന്നെ ചെയ്യേണ്ട സെറ്റിങ്സ് ഈ താഴെയുള്ള ഈ സെറ്റിങ്സ് ബട്ടൻ്റെ അകത്തുള്ള സെറ്റിങ്സ് ആണ്. എന്തെന്നാൽ ആദ്യം ഇതിലുള്ള സകല സെറ്റിങ്സും എന്താണ്, അതെങ്ങനെ ഓൺ ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് പുറത്തുള്ള ബാക്കി സെറ്റിങ്സ് പറയാം. ആൻഡ് അതിലും ആദ്യം നിങ്ങളുടെ ചാനൽ വെരിഫൈ ചെയ്യണം. ഇതിനുവേണ്ടി സെറ്റിങ്സിലെ ചാനൽ എന്നതിനെ സെലക്ട് ചെയ്ത് ഫീച്ചർ എലിജിബിലിറ്റി എടുത്തു. ഇതിൽ 3 എണ്ണം ഉണ്ടാകും. ആൻഡ് അതിൽ ഒരെണ്ണം മാത്രമേ നിങ്ങൾക്ക് ഓൺ ആയിട്ടുണ്ടാകത്തുള്ളൂ. എന്തായാലും ആദ്യം ഇത് 3ഉം എന്താണെന്ന് പറയാം, എന്നിട്ട് ഓണാക്കി കാണിക്കാം. ഒന്നാമത്തത് ഓൺ ആയിരിക്കുന്നതിനാൽ നിങ്ങളെ കൊണ്ട് വീഡിയോസ് ഇടാൻ പറ്റും, പ്ലേലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും, കൂടെ വേറെയും 2 കാര്യം കൂടി ചെയ്യാൻ പറ്റും. ഇത് ഓണാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് സ്ട്രൈക്ക് ഒന്നും കിട്ടാതിരിക്കുകയാണ്. നിങ്ങളുടെ ചാനൽ പുതിയ ചാനലായതുകൊണ്ട് തന്നെ ആ പേടി നിങ്ങൾക്ക് വേണ്ട. ഇനി രണ്ടാമത്തത് ഓണാക്കിയാൽ വീഡിയോസ് തംബ്നെയിൽ ആഡ് ചെയ്യാം, ലൈവ് പോകാം, 15 മിനിറ്റ് കൂടുതൽ ലെങ്ത് ഉള്ള വീഡിയോസും ഇടാം. ഇത് ഓണാക്കാൻ ആദ്യത്തേത് ഓൺ ആകുകയും വേണം, ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുകയും വേണം. അടുത്ത 3ാമത്തത് ഓണാക്കിയാൽ ഈ കാണുന്ന കാര്യങ്ങൾ യൂട്യൂബിൽ ഉപയോഗിക്കാം. ഇതെങ്ങനെ ഓണാക്കേണ്ടതെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. സോ ഫസ്റ്റ് നമുക്ക് ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാം. അതിനിവിടെ തൊടുക. അപ്പോൾ നിങ്ങൾ ഇവിടെ എത്തും. ഫോണിലും ഇത് സെയിം രീതിയിലാകും കാണിക്കുക. നോക്കിവിടെ 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, പലരുടെ സംശയമാണ് ഈ കൊടുക്കുന്ന നമ്പർ പോയാൽ എന്ത് പറ്റും, നിങ്ങളുടെ സ്വന്തം നമ്പർ തന്നെ കൊടുക്കണോ, പിന്നീട് ഈ നമ്പർ എപ്പോഴെങ്കിലും വേണ്ടി വരുമോ എന്നൊക്കെ. ഈ നമ്പർ പിന്നീട് ആവശ്യം വരില്ല. പൈസ കിട്ടാനോ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനോ ഒന്നും ഇപ്പോൾ ഈ കൊടുക്കുന്ന നമ്പർ പിന്നീട് ചോദിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഈ കൊടുക്കുന്ന നമ്പറുള്ള സിമ്മ് കളഞ്ഞു പോയാലും ഒരു സീനും ഇല്ല. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളെ കൊണ്ട് ഒരു വർഷത്തിൽ ഒരു മൊബൈൽ നമ്പർ വെച്ച് 2 യൂട്യൂബ് ചാനൽ മാത്രമേ വെരിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത 3, നിങ്ങൾക്കൊന്നെങ്കിൽ SMS വഴി കോഡ് വരുത്താം, അല്ലെങ്കിൽ കാർഡ് വഴി കോഡ് വരുത്താം. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ SMS ആണ് ബെസ്റ്റ്. സോ ഇവിടെ നിങ്ങളുടെ നമ്പർ അടിക്കണം. ശേഷം ഈ നെക്സ്റ്റ് തൊട്ടാൽ മതി, ഇവിടെ എത്തും. എന്നിട്ട് വന്ന കോഡ് ഇവിടെ അടിച്ച് ഇതിൽ തൊട്ടപ്പം എൻ്റെ ചാനൽ വെരിഫൈ ആയി. കണ്ടില്ലേ, സംഭവം സിമ്പിളാണ്. ഇനി തിരിച്ചു വന്ന് ഇവിടെ നോക്കിയപ്പം ഇത് ഓൺ ആയത് കാണാൻ പറ്റും. എന്നാൽ അപ്പോഴും 3ാമത്തത് ഓൺ ആയിട്ടില്ല. അതുകൊണ്ട് ഇനി ഇതിനെ ഓണാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് ഓണാക്കാൻ 3 വഴിയുണ്ട്. ഒന്നെങ്കിൽ വീഡിയോ വെരിഫിക്കേഷൻ ചെയ്യണം, അതായത് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതല്ലേ നിങ്ങളുടെ ഏതെങ്കിലും ID, അതിപ്പോൾ പാസ്പോർട്ടോ ലൈസൻസോ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും. സിമ്പിളായി പറഞ്ഞാൽ അതും പിടിച്ച് നിങ്ങളൊരു ഫോട്ടോ എടുത്ത് ഇവിടെ അപ്ലോഡ് ചെയ്യുക. ഇനി അതും അല്ലെങ്കിൽ തൽക്കാലം ഇതിനെ അങ്ങ് മറന്നിട്ട് ചാനലിലൊരു ഹിസ്റ്ററി ബിൽഡ് ചെയ്യുക. അതിന് നിങ്ങൾ വീഡിയോസ് ഇടുക, കൂടെ വീഡിയോസ് കാണുക. അങ്ങനെ 2-3 മാസം കഴിയുമ്പം ഇത് തനിയെ ഓൺ ആയിക്കോളും. ആൻഡ് ഈ പറഞ്ഞ 3 രീതിയിലൂടെയും നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സ് ഓൺ ആക്കാൻ പറ്റും. ഞാനിത് ചെയ്യാൻ പോകുന്നത് വീഡിയോ വെരിഫിക്കേഷൻ ആണ്. അതും മൊബൈലിൽ കാണിച്ചു തരാം. അതിനിവിടെ തൊട്ടു. അപ്പോൾ ഇങ്ങനെ കാണിക്കും. ഇത് ഞാൻ കൊടുക്കുന്നത് എൻ്റെ തന്നെ 6 സെക്കൻഡുള്ളൊരു വീഡിയോ ആണ്. എന്തായാലും നെക്സ്റ്റ് കൊടുക്കാം. ഇനി ഗെറ്റ് ഇമെയിൽ എന്നത് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണേൽ ഇവിടെ തൊട്ട് QR ആയിട്ട് ലിങ്ക് എടുക്കാം. എന്നാൽ ഞാൻ മെയിൽ ചൂസ് ചെയ്തു. ഇനി Gmail ആപ്പ് ഓപ്പൺ ചെയ്ത് വന്ന മെയിൽ തുറന്ന് സ്റ്റാർട്ട് വെരിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. ഞാനിത് ഓൺ ആക്കുന്നില്ല, നിങ്ങൾക്കത് വായിച്ചു നോക്കി വേണേ ഓൺ ആക്കാം. ഇനി ആക്കിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ എഗ്രി കൊടുത്തു. മുകളിലേക്ക് നോക്കുക, താഴേക്ക് നോക്കുക, 2 സൈഡിലേക്ക് നോക്കുക. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ചെറിയൊരു ബ്ലർ ഇട്ട് ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം. സ്റ്റാർട്ട് കൊടുത്തു. പിന്നെ ഇതുപോലെ പെർമിഷൻ ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ആ 4 കാര്യവും ഇവിടെ ചെയ്യുക. മുകളിലേക്ക് നോക്കുക, താഴേക്ക് നോക്കുക, സൈഡിലേക്ക് നോക്കുക. കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാം അതായത് ആദ്യം ചെയ്തപ്പോഴേ എനിക്കിത് കിട്ടിയെന്ന്. എന്നല്ല കേട്ടോ, ഞാൻ 2 തവണ ചെയ്തപ്പോഴും എനിക്കത് തെറ്റി. പിന്നെ 3ാമത് ഞാൻ വീണ്ടും അത് കറക്റ്റായിട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾക്ക് തെറ്റുവാണെങ്കിൽ പേടിക്കണ്ട, വീണ്ടും ചെയ്താൽ മതി, അത് ശരിയായിക്കോളും. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞ്. എന്തായാലും യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ നോക്കി 24 മണിക്കൂർ കഴിഞ്ഞ് ഇത് എനേബിൾ ചെയ്ത് തരും. ചിലപ്പോൾ ചിലർക്ക് 3-4 ദിവസം എടുത്തേക്കാം. എന്തായാലും ഓൺ ആയിക്കോളും. അങ്ങനെ 2 എണ്ണം ഓൺ ആക്കി കഴിഞ്ഞു. 3ാമത്തത് 2 ദിവസം കഴിഞ്ഞ് ഓൺ ആകും. ഇപ്പോൾ പെൻഡിങ് ആണ്. ആൻഡ് 2 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് ഈ മെയിൽ വന്നിട്ടുണ്ട്.
അതായത് ഈ മൂന്നാമത്തെ ഓപ്ഷൻ ഓൺ ആയി എന്നും പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇത് ഈസി ആയിട്ട് ഞാൻ ചെയ്ത പോലെ തന്നെ ഓൺ ആക്കാവുന്നേ ഉള്ളൂ. എന്തായാലും ഫീച്ചർ എലിജിബിലിറ്റിയിൽ എല്ലാം നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ അടുത്താണ് ബേസിക് ഇൻഫോ. ഇത് നിങ്ങൾ താമസിക്കുന്ന രാജ്യം സെലക്ട് ചെയ്യണം. ഞാൻ ഇന്ത്യയിലാണ് ആൻഡ് ഇന്ത്യയാണ് കൊടുക്കുന്നത്. ഇനി ഇവിടെ കീവേഡ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് പലരും ഇത് വെച്ച് നിങ്ങളെ പറ്റിക്കാറുമുണ്ട്. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇവിടെ ചാനലുമായി ബന്ധമുള്ള കാര്യങ്ങൾ കൊടുത്താൽ വൈറലാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ സെർച്ച് ചെയ്തിട്ട് കാണിക്കുന്നില്ലെങ്കിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് ചെയ്യുമ്പോൾ കാണിക്കും എന്നൊക്കെ. കുറച്ചുകൂടി മനസ്സിലാവുന്ന പോലെ പറഞ്ഞാൽ ഞാനിടുന്നത് യൂട്യൂബ് ടിപ്സ് പറയുന്ന വീഡിയോസാണ്. ആൻഡ് എനിക്ക് വ്യൂസ് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഇതിൻ്റെ അകത്ത് യൂട്യൂബ് ടിപ്സ് മലയാളം, ഷോർട്സ് ട്രിക്സ്, വൈറൽ ട്രിക്സ് എന്നൊക്കെ കൊടുത്താൽ മതി എനിക്ക് വ്യൂസ് കിട്ടും എന്നാണ് അവർ പറയുന്നത്. അതായത് കുറേ കീവേഡ് ഇവിടെ കൊണ്ടുവന്ന് ഇടുക എന്നാണ് അവർ പറയുന്നത്. സെയിം രീതിയിൽ എൻ്റെ ചാനൽ നെയിം സെർച്ച് ചെയ്തിട്ട് കാണിക്കുന്നില്ലെങ്കിലും ഇങ്ങനെയൊക്കെ കൊടുത്താൽ മതി എന്നാണ് അവർ പറയുന്നത്. എന്നാൽ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, നിങ്ങളിവിടെ എന്ത് തന്നെ ഇട്ടെന്ന് പറഞ്ഞാലും ഈ 2026 നിങ്ങൾ അവിടെ അത് ഇട്ടു എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും വ്യൂസ് കിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഒന്നും ഇട്ടില്ല എന്ന് കരുതി നിങ്ങൾക്ക് വ്യൂസ് തരാതിരിക്കത്തുമില്ല. ഇനി രണ്ട്, നിങ്ങളുടെ ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ കാണിക്കുന്നില്ലെങ്കിൽ അതിന് 3 കാരണം കാണും. ഒന്ന്, നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായിരിക്കും, അല്ലേ അതേ പേരിൽ തന്നെ കുറേ ചാനൽ നേരത്തേലേ ഉണ്ടായിരിക്കും. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ 3-4 വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരിക്കത്തുള്ളൂ. നോക്കി, ഈ സാധനം 2017 വരെ ഉപകാരം ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഇപ്പം ചിലപ്പോൾ അത് മാറ്റാൻ വേണ്ടിയായിരിക്കും യൂട്യൂബ് കൊണ്ടുവന്ന മറ്റൊരെണ്ണമാണ് ഹാൻഡിൽ നെയിം. അതായത് ചാനൽ നെയിം സെർച്ച് ചെയ്തിട്ട് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഹാൻഡിൽ നെയിം സെർച്ച് ചെയ്ത് നോക്ക്, ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനൽ കാണിക്കും. ഇപ്പോൾ എനിക്ക് തന്നെ 450 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നപ്പം ഹാൻഡിൽ നെയിം ഒന്നും യൂട്യൂബിൽ ഇല്ലായിരുന്നു എന്നത് മാത്രമല്ല, എൻ്റെ പേര് സെർച്ച് ചെയ്താൽ കാണിക്കത്തുമില്ലായിരുന്നു. എന്നാൽ എൻ്റെ വീഡിയോസിന് വ്യൂസ് കിട്ടി 2K സബ്സ്ക്രൈബേഴ്സ് ആയപ്പം സെർച്ച് ചെയ്യുമ്പോൾ തനിയെ കാണിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളുടെ ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ കാണിക്കുന്നില്ലെങ്കിൽ കുറച്ച് ടൈം കൊണ്ട് വീഡിയോസ് ഇട്, സബും വ്യൂസും കൂടുമ്പം താനെ കാണിക്കും. സോ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും കൊടുക്കണേ, ചുമ്മാ അത് കൊടുക്കാം, തെറ്റില്ല. പക്ഷേ അത് കൊടുത്താലേ വ്യൂസ് കിട്ടൂ എന്ന് കരുതി ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ അത് തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി ചാനൽസിലുള്ള അടുത്ത സെറ്റിങ്സ് അഡ്വാൻസ് സെറ്റിങ്സ് ആണ്. ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോസ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണോ അതോ പ്രായപരിധി ഇല്ലാത്തതാണോ എന്നാണ്. കുട്ടികൾക്ക് വേണ്ടിയാണേ ഇത് കൊടുക്കുക, എല്ലാവർക്കും വേണ്ടിയാണേ ഇത് കൊടുക്കുക. എന്നാൽ ഇനി എല്ലാ വീഡിയോയിലും ഇത് പ്രത്യേകം സെലക്ട് ചെയ്യണമെന്നാണെങ്കിൽ ഇത് കൊടുക്കുക. എൻ്റെ വീഡിയോ എല്ലാവർക്കും കാണാവുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഇത് കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ താഴെ നോക്കിയാൽ വേറെയും കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ അതൊന്നും തന്നെ ഒരു ബിഗിനറിന് ആവശ്യം വരില്ല. അതുകൊണ്ട് ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ സെറ്റിങ്സിലെ ചാനൽസ് എന്നതിലുള്ള എല്ലാ സെറ്റിങ്സും എന്താണെന്ന് മനസ്സിലാക്കുകയും ഓൺ ആക്കുകയും ചെയ്തു. അടുത്ത ജനറൽ എന്നതെടുത്താൽ ഒരെണ്ണം ഉണ്ട്, അതെന്താന്ന് പറയാം. ഇപ്പം നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയി നിങ്ങൾക്ക് പൈസ കിട്ടാൻ തുടങ്ങി നോക്ക്. ആ സമയത്ത് എത്ര ക്യാഷ് കിട്ടി എന്നത് ഏത് രീതി കാണിക്കണം എന്നാണ് ഈ ചോദിക്കുന്നത്. ഇതിപ്പോൾ ഡോളറാണ്. ഇതിന് എക്സാമ്പിൾ കാണിച്ചാൽ ഇതെൻ്റെ ചാനലിലൊരു വീഡിയോ ആണ്. ആൻഡ് ഞാൻ അവിടെ ഡോളറാണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് എത്ര രൂപ കിട്ടി എന്നത് ഡോളറിലാകും ഇതുപോലെ കാണിക്കുക. ഇനി ഇത് ഇന്ത്യയിൽ എത്ര രൂപയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനത് ഗൂഗിളിൽ പോയി വീണ്ടും സെർച്ച് ചെയ്യേണ്ടി വരും. എന്നാൽ ഇവിടെ ഡോളർ മാറ്റി ഇന്ത്യൻ റുപ്പി ഇട്ടാൽ എനിക്കിത് നേരിട്ട് എത്ര രൂപയാണെന്ന് യൂട്യൂബ് തന്നെ ഇവിടെ കാണിച്ചു തരും. സോ ഇവിടെ ഡോളർ മാറ്റി ഇന്ത്യൻ റുപ്പി കൊടുക്കുക, എങ്കിൽ ഇതുപോലെ കാണിക്കും. അങ്ങനെ ജനറലും കഴിഞ്ഞു, ചാനലും കഴിഞ്ഞു. അടുത്ത അപ്ലോഡ് ഡിഫോൾട്ടാണ്. ഇതിൽ 2 എണ്ണം ഉണ്ട്, ആൻഡ് അതിൽ ആദ്യത്തെയാണിത്. സോ ഫസ്റ്റ് ഇതൊക്കെ എന്താണ് എന്ന് ചുരുക്കി പറയാം. യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇടുമ്പം അതിൻ്റെയൊക്കെ അകത്ത് ഡിസ്ക്രിപ്ഷൻ, വിസിബിലിറ്റി പോലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് അതിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുമുണ്ട്. എന്നാൽ എനിക്ക് എല്ലാ വീഡിയോയിലും കോമൺ ആയി കൊടുക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്താൽ മതി. അത് പിന്നെ ഞാൻ എപ്പം വീഡിയോ ഇടാൻ പോയാലും അതിൻ്റെ അകത്ത് അതാത് ഭാഗത്ത് താനെ വന്ന് കിടന്നോളും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ എൻ്റെ എല്ലാ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഇത് അതുപോലെ തന്നെ ഞാൻ കൊടുക്കാറുണ്ട്. അകത്തുള്ളത് ഉറപ്പായിട്ടും മാറും, പക്ഷേ ഈ സാധനങ്ങൾ അതേപോലെ തന്നെ കാണും. ആൻഡ് ഇതിനെ ഞാൻ ഇവിടെ കൊടുത്താൽ എനിക്ക് ഇനി ഇടാൻ പോകുന്ന എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിലും ഇത് തനിയെ വന്ന് കിടക്കും. അതായത് പുതിയ വീഡിയോ ഇടുമ്പം അതിൽ ഞാനിത് വീണ്ടും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇവിടെ കൊടുത്തോണ്ട് താനെ ഡിസ്ക്രിപ്ഷനിൽ വന്ന് കിടന്നോളും. സെയിം രീതി നിങ്ങൾക്ക് അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭാഗങ്ങളിൽ കൊടുക്കാം. ഇപ്പോൾ ടൈറ്റിലിൽ ഞാൻ എപ്പോഴും മലയാളം എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കാറുണ്ട്. സോ അത് ഞാനിവിടെ കൊടുത്തു. ഡിസ്ക്രിപ്ഷനിൽ ഇതും കൊടുത്തു, വിസിബിലിറ്റി അൺലിസ്റ്റും ആക്കി. ടാഗ് ഞാൻ കൊടുക്കാറില്ല. നിങ്ങളും വിസിബിലിറ്റി അൺലിസ്റ്റ് തന്നെ കൊടുക്കുക. ആൻഡ് അതിൻ്റെ കാരണം ഞാൻ ഈ ഷോർട്സിൽ പറയുന്നുണ്ട്. പിന്നെ ടാഗും ഡിസ്ക്രിപ്ഷനും എന്താണെന്ന് അറിയില്ലേ, അതല്ലേ ഇവിടെ എന്ത് കൊടുത്താൽ വൈറലാകും എന്നറിയില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി, മനസ്സിലാവും. ഇനി അടുത്തതിൽ പോയാൽ അതിലും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓട്ടോമാറ്റിക് ചാപ്റ്റർ, ലൈസൻസ്, കാറ്റഗറി, ക്യാപ്ഷൻ, കമൻറ്റ്, ഷോ ലൈക്ക് അക്കൗണ്ട് എന്ന് കുറേ ഉണ്ട്. ഇത് ഈ ഓട്ടോമാറ്റിക് ചാപ്റ്റർ ഓൺ ആയി കിടന്നോട്ടെ, സീനില്ല. എന്നാൽ ഈ ലൈസൻസ് അതെന്താണെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. ഇത് ഈ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസും 2 ക്രിയേറ്റീവ് കോമൺസും. ഇത് സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് കൊടുത്താൽ നിങ്ങളുടെ വീഡിയോ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ആരെങ്കിലും ഉപയോഗിച്ചാൽ അവർക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും.
എന്നാൽ ക്രിയേറ്റീവ് കോമൻസ് കൊടുത്താൽ അതിനർത്ഥം നിങ്ങളിടുന്ന വീഡിയോ മറ്റുള്ളവർക്ക് ഇടാനുള്ള അനുവാദം നിങ്ങളായിട്ട് തന്നെ കൊടുക്കുന്നു എന്നാണ്. അതുവഴി ആർക്ക് വേണേലും നിങ്ങളുടെ വീഡിയോ റീ അപ്ലോഡ് ചെയ്യാം ആൻഡ് അതിലൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നാകും. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് തന്നെ കൊടുക്കുക. അടുത്തതാണ് കാറ്റഗറി. ഇതിലും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. യൂട്യൂബ് 2014 ടൈമിലൊക്കെ കാറ്റഗറി അനുസരിച്ച് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുമായിരുന്നായിരിക്കും. പക്ഷേ ഇപ്പോൾ യൂട്യൂബ് അങ്ങനല്ല റെക്കമെൻഡ് ചെയ്യുന്നത്. ആൻഡ് ആൾസോ ഈ ഓപ്ഷൻ ഇപ്പോൾ അവിടെ കൊടുത്തേക്കുന്നത് അഡ്സ് കാണിക്കാൻ വേണ്ടിയാണ്, വ്യൂസ് കിട്ടാൻ വേണ്ടിയല്ല. അതുകൊണ്ട് തന്നെ ഇത് തെറ്റായിട്ട് കൊടുത്താലും ശരിയായിട്ട് കൊടുത്താലും വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടുന്നതും ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. എന്ന് വെച്ചാൽ ഇതും മൈൻഡ് ചെയ്യണ്ട. അടുത്ത ലാംഗ്വേജ് ആൻഡ് ക്യാപ്ഷനാണ്. ഇതും ബിഗിനേഴ്സിന് ആവശ്യം വരില്ല. എന്നാൽ നിങ്ങൾക്ക് ഇത് ഇടേണ്ട ആവശ്യം വരുമെന്ന് എന്നേലും തോന്നിയാൽ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഇതിനെക്കുറിച്ച് കിട്ടും. പിന്നെ ഇത് ഓണാക്കിയില്ല എന്ന് വെച്ച് ആർക്കും വ്യൂസ് തരാതിരിക്കത്തൊന്നുമില്ല. അടുത്തയാണ് കമൻസ്. ഇവിടെ ഇത് ഓഫ് ആക്കിയാൽ നിങ്ങളിടുന്ന എല്ലാ വീഡിയോയിലും കമൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അതുകൊണ്ട് ഇത് ഓണായി തന്നെ നടക്കട്ടെ. ഇനി ഇതിൽ തൊട്ട് നണ്ണ് കൊടുത്താൽ ആർക്കും എന്ത് വേണേലും കമൻറ്റ് ഇടാം. ലൈക്ക് ലിങ്ക് ഒക്കെ കമൻ്റ് ആയിട്ട് ഇടാം. ഇനി ബേസിക് കൊടുത്താൽ ചില കമൻറ്റ്സ് യൂട്യൂബ് മാറ്റി വെക്കും. നിങ്ങൾക്കത് ചെക്ക് ചെയ്തിട്ട് വേണേ ഉൾപ്പെടുത്താം, അല്ലേ ഡിലീറ്റ് ചെയ്യാം. പോട്ടെ, നിങ്ങൾ സ്ട്രിക്റ്റ് കൊടുത്താൽ കുറേ കൂടി കമൻറ്റ്സ് യൂട്യൂബ് ഹോൾഡ് ചെയ്യും. ഹോൾഡ് ആൾ കൊടുത്താൽ എല്ലാ കമൻറ്റും നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇതെൻ്റെ അഭിപ്രായത്തിൽ ബേസിക് കൊടുക്കുക. അടുത്താണ് ഷോ ലൈക്ക് കൗണ്ട്. നിങ്ങളിത് ഓഫ് ആക്കിയാൽ നിങ്ങളുടെ വീഡിയോയിൽ എത്ര പേര് ലൈക്ക് അടിച്ചു എന്നത് നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റൂ. എന്നാൽ ഓണാക്കിയാൽ എല്ലാവർക്കും കാണാൻ പറ്റും. അങ്ങനെ വീണ്ടും ഒരു ഭാഗം കൂടി കഴിഞ്ഞു. അടുത്തയാണ് പെർമിഷൻ. ഇതാണ് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്ത സെറ്റിങ്സ്. കാരണം ഇത് നിങ്ങൾ ഓണാക്കിയാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ആരെ കൊണ്ടും ഹാക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഫസ്റ്റ് ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ട് ഇതിനെ എങ്ങനെ ഓണാക്കണ്ടെന്ന് കാണിച്ചു തരാം. നോക്കിപ്പം ഞാൻ ഈ ഉണ്ടാക്കിയ ചാനൽ ഈ ഒരൊറ്റ ഗൂഗിൾ അക്കൗണ്ട് അകത്ത് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ചാനലിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിലും ഈ ഒരു അക്കൗണ്ട് തന്നെ വേണം. പക്ഷേ ആ ഗൂഗിൾ അക്കൗണ്ട് ഹാക്കായി എന്ത് ചെയ്യും? നിങ്ങളുടെ ചാനൽ പോയില്ലേ? എന്നാൽ ഈ സെറ്റിങ്സ് വെച്ച് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് വഴി നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിയന്ത്രിക്കാൻ പറ്റും. അതായത് ഈ അക്കൗണ്ടിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും വേറെ അക്കൗണ്ടിനെ കയറ്റി അതിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് എന്നിട്ട് ഈ മെയിൻ അക്കൗണ്ട് ഞാൻ ഫോണിൽ നിന്ന് കളഞ്ഞാൽ ആർക്കും എൻ്റെ മെയിൻ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം ഇപ്പം നിങ്ങൾക്ക് 100 കൂടുതൽ ഡൗട്ട് കാണും. കൊടുക്കുന്ന അക്കൗണ്ട് ഹാക്കായി എന്ത് പറ്റും, ഇതങ്ങനെ വർക്കാകും, ക്യാഷ് കിട്ടുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ഒരുപാട് കാണും. എന്നാൽ അതെല്ലാം ഇനി പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ കാണുമ്പം തനിയെ ഇല്ലാതാവും. സോ ആദ്യം ഇവിടെ ഉള്ളത് ഓരോന്നും എന്താണെന്ന് പറയാം. ഇവിടെ ഈ ഭാഗത്ത് നിങ്ങൾ കാണുന്നതായിരിക്കും നിങ്ങളുടെ മെയിൻ ID. അതായത് നിങ്ങൾ ചാനൽ ഉണ്ടാക്കിയ Gmail ID ഈ കാണിക്കുന്നതായിരിക്കും. ആൻഡ് അതായിരിക്കും ഓണർ. ഇനി ഇൻവൈറ്റിൽ തൊട്ടാൽ ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. മാനേജർ, എഡിറ്റർ, എഡിറ്റർ ലിമിറ്റഡ്, സബ് ടൈറ്റിൽ എഡിറ്റർ, വ്യൂവർ ലിമിറ്റഡ് എന്ന് കുറേ ഉണ്ട്. ആൻഡ് ഇത് ഓരോന്നും എന്താണ്, എങ്ങനെ വർക്കാകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. മാനേജറിന് ഓണറിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യാൻ പറ്റും. എന്നാൽ ഓണറിനെ മാറ്റാനോ കളയാനോ പറ്റില്ല. ബാക്കിയെല്ലാം പറ്റും. ക്യാഷ് എത്ര കിട്ടി, എവിടുന്ന് കിട്ടി എന്നെല്ലാം മാനേജറിന് കാണാൻ പറ്റും. വീഡിയോ ഇടാനും ഡിലീറ്റ് ചെയ്യാനും കമൻറ്റിന് റീപ്ലൈ കൊടുക്കാനും പെർമിഷൻ മാറ്റാനും സെറ്റിങ്സ് മാറ്റാനും എല്ലാം മാനേജറിനെ കൊണ്ട് പറ്റും. ആകെ കൂടി പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണറിനെ എടുത്ത് കളയാൻ പറ്റില്ല. ഇനി എഡിറ്ററിലേക്ക് വന്നാൽ എല്ലാം കാണാൻ പറ്റും, വീഡിയോ ഇടാൻ പറ്റും. എന്നാൽ ഒന്നും ഡിലീറ്റ് ചെയ്യാനോ പെർമിഷൻ ആൻഡ് സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാനോ പറ്റില്ല. അടുത്ത എഡിറ്റർ ലിമിറ്റഡിൽ എഡിറ്ററിനെ കൊണ്ട് പറ്റുന്ന എല്ലാം പറ്റും. എന്നാൽ റവന്യൂ കാണാൻ മാത്രം പറ്റില്ല. അതായത് എത്ര രൂപ കിട്ടിയെന്ന് കാണാൻ പറ്റില്ല. എഡിറ്ററിനെ കൊണ്ട് പറ്റും, എന്നാൽ എഡിറ്റർ ലിമിറ്റഡിനെ കൊണ്ട് പറ്റില്ല. സബ് ടൈറ്റിൽ എഡിറ്ററിന് സബ് ടൈറ്റിൽ മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നതല്ലാതെ ബാക്കിയൊന്നും പറ്റില്ല. ഇനി വ്യൂവറിനെ എടുത്താൽ എല്ലാം കാണാൻ പറ്റും. എന്തിന് എത്ര രൂപ കിട്ടിയെന്ന് വരെ കാണാൻ പറ്റും. എന്നാൽ വീഡിയോ ഇടാനോ ഡിലീറ്റ് ചെയ്യാനോ പറ്റില്ല. എല്ലാം കാണാം, അത്രയേ ഉള്ളൂ. പക്ഷേ വ്യൂവർ ലിമിറ്റഡിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ വ്യൂവറിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം പറ്റും. എന്നാൽ എത്ര രൂപ കിട്ടി എന്നത് കാണാൻ പറ്റില്ല. ഞാനൊരു അക്കൗണ്ട് ഇതിൽ കയറ്റി കാണിക്കാം, അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ ഇൻവൈറ്റിൽ തൊട്ടു എൻ്റെ രണ്ടാമത്തെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ Gmail ID ഞാനിവിടെ കൊടുത്തു. എന്നിട്ട് ആക്സസിൽ മാനേജർ സെലക്ട് ചെയ്ത് ഡൺ അടിച്ചു. ശേഷം സേവ് അടിക്കുക. അപ്പോൾ ഇതുപോലെ ഇവിടെ വെരിഫൈ ചെയ്യാൻ പറയും. അത് ചെയ്യണം, എങ്കിലേ ഇത് വർക്കാവും. നമുക്ക് വെരിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോക്ക് സ്ക്രീനിൻ്റെ പാസ്വേഡ് ഇവിടെ അടിച്ചാൽ മാത്രം മതി. ഇനി നിങ്ങൾ Gmail ആപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ആ കൊടുത്ത ഗൂഗിൾ അക്കൗണ്ടില്ലേ അതിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു മെയിൽ വന്നേക്കുന്നത് കാണാൻ പറ്റും. ഇപ്പം എനിക്ക് ഈ സെക്കൻഡ് ID-യിൽ ഒരു യൂട്യൂബ് ചാനൽ ഇല്ല. അതായത് ഞാൻ ഈ കൊടുത്ത ഗൂഗിൾ അക്കൗണ്ടിൽ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം അതിൻ്റെ അകത്തൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കണം, എങ്കിൽ മാത്രമേ എനിക്കിതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. സോ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പേര് കൊടുത്താൽ മതി, അതിലൊന്നും ഒരു കാര്യമില്ല. ഞാനിത് കൊടുത്തു, ചാനലുണ്ടാക്കി. ഇനി വീണ്ടും Gmail എടുത്ത് അക്സെപ്റ്റ് കൊടുത്തു. അപ്പോൾ സ്വിച്ച് ചാനൽ എന്ന ഓപ്ഷൻ വന്നു, കണ്ടില്ലേ? ആൻഡ് ഇതോടുകൂടി നിങ്ങൾക്ക് ഈ 2 ഗൂഗിൾ അക്കൗണ്ട് വെച്ചും ആ ചാനലിനെ ഇനി ആക്സസ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ മാനേജർ എന്ന് കാണിക്കുന്നത്? ആൻഡ് ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെ വരും. ഇനി എനിക്ക് ഓണർ ID വെച്ച് ഞാനിപ്പോൾ കയറ്റി ഈ മാനേജറിനെ എടുത്ത് കളയാനോ
അല്ലെങ്കിൽ ആ മാനേജറിനെ ഡയറക്റ്റ് എഡിറ്ററിലേക്ക് മാറ്റാനോ എന്നെ കൊണ്ട് പറ്റും. അതായത് എൻ്റെ കയ്യിലാണ് ഒറിജിനൽ അക്കൗണ്ട് ഉള്ളത്, സോ എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ മാനേജറിനെ കയറ്റിയ സെയിം രീതി ഞാൻ വേറൊരു അക്കൗണ്ട് കൂടി എഡിറ്ററായിട്ട് കയറ്റിയിട്ടുണ്ട്. അതായത് അവിടെ മാനേജറിന് കൊടുക്കുന്നതിന് പകരം ഞാൻ എഡിറ്റർ ചൂസ് ചെയ്ത് വേറൊരു അക്കൗണ്ടിനെ കൂടി കയറ്റിയിട്ടുണ്ട്. ആൻഡ് അതാണ് ഇവിടെ ഈ 3 അക്കൗണ്ട് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മുമ്പ് ഹാക്കായി അനുഭവം ഉണ്ടെങ്കിൽ ഒരു സംശയം തോന്നാം, ലൈക്ക് ഒറിജിനൽ അക്കൗണ്ട് ആരും കാണാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അപ്പോൾ അയച്ച മെയിൽ വഴിയും ഈ രീതിയിലും ഓണറിനെ കാണാൻ പറ്റില്ലേ എന്ന്. ഇതിൻ്റെ ഉത്തരം അതെ, കാണാൻ പറ്റും. മാനേജറിന് കാണാൻ പറ്റും. ആൻഡ് അതൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ മാനേജർ ID വെച്ച് പുതിയൊരു അക്കൗണ്ട് കൂടി എഡിറ്ററായിട്ട് കയറ്റിയാൽ, അല്ലെ ആ മാനേജറിനെ എഡിറ്റർ ആക്കിയാലോ അയാൾക്ക് ഇങ്ങനെ കാണിക്കൂ. അതായത് എഡിറ്ററിന് ഓണറായിട്ടുള്ള Gmail ID കാണാൻ പറ്റില്ല. എന്തിന്, മാനേജറിനെ പോലും കാണാൻ പറ്റത്തില്ല. പിന്നെ മറ്റേ മെയിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ആ പ്രശ്നവും തീർന്നു. ശരി, പക്ഷെ ഇതും ഹാക്കിങ്ങും തമ്മിൽ എന്താണ് ബന്ധം? നോക്ക്, ഞാൻ 3 അക്കൗണ്ട് എടുത്തു. 1 ഓണറാണ്, 2 മാനേജറാണ്, 3 എഡിറ്ററാണ്. മാനേജറും ഓണറും ഞാൻ ഫോണിൽ വെക്കത്തില്ല, ആ അക്കൗണ്ട് എടുത്ത് കളയും. അതായത് റിമൂവ് ചെയ്യും. എന്നിട്ട് എഡിറ്റർ വഴി വീഡിയോസ് ഇടും, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും, കമൻസിന് റീപ്ലൈ കൊടുക്കും. ഇങ്ങനെയുള്ളപ്പം ഈ അക്കൗണ്ട് മാത്രമേ എൻ്റെ ഫോണിൻ്റെ അകത്തുണ്ടാകത്തുള്ളൂ. ആൻഡ് അതാരെങ്കിലും ഹാക്ക് ചെയ്താൽ തന്നെ അവർക്ക് എൻ്റെ വീഡിയോസ് ഒന്നും ഡിലീറ്റ് ചെയ്യാനോ എനിക്ക് പണി തരാനോ പറ്റത്തില്ല. കാരണം എഡിറ്ററിനെ കൊണ്ട് ഇതൊന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് എനിക്ക് എഡിറ്റർ അക്കൗണ്ട് ഹാക്കായി എന്ന് മനസ്സിലാവുമ്പം മാനേജർ ID ഞാൻ വേറൊരു മൊബൈലിൽ കയറ്റിയിട്ട് എഡിറ്ററിനെ ചാനലിൽ നിന്ന് എടുത്ത് കളയും. ഇതുവഴി ആരെൻ്റെ ഗൂഗിൾ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ നോക്കിയാലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റും. ആൻഡ് ഇതാണ് ട്രിക്ക്. പക്ഷെ ഒരു കാര്യം, ഈ 2 ID, അതായത് ഓണർ, മാനേജർ, ഇത് രണ്ടിൻ്റെ പാസ്വേഡോ ജിമെയിലോ മറക്കല്ല്. ആൾസോ ഫോൺ നമ്പർ വെച്ച് ബാക്കപ്പും കരുതിക്കോണം. എന്നിട്ട് മാത്രമേ ഈ 2 ഗൂഗിൾ അക്കൗണ്ട് മൊബൈലിൽ നിന്നെടുത്ത് കളയാൻ പാടുള്ളൂ. റൂൾ സിമ്പിളാണ്. എഡിറ്ററില്ലേ, അത് ഈ വീഡിയോ ഇടാം, പോസ്റ്റ് ഇടാം, റവന്യൂ കാണാം. ഇനി എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യണം, അല്ലെ എഡിറ്ററിനെ കൊണ്ട് പറ്റാത്ത എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മാനേജർ ID ലോഗിൻ ചെയ്ത് വേണ്ടത് ചെയ്യുക. അപ്പോഴും ഓണറിനെ കയറ്റല്ലേ. എന്നിട്ട് ആവശ്യം കഴിയുമ്പം അപ്പം തന്നെ മാനേജറിനെ ഫോണിൽ നിന്നെടുത്ത് കളയുക. ഇനി മാനേജറിനെ കൊണ്ടും ചെയ്യാൻ പറ്റാത്ത വല്ലതൊക്കെ ചെയ്യേണ്ട ആവശ്യം വന്നാൽ, അതായത് ചാനൽ മോണിറ്റൈസ് ആക്കുക, ആഡ്സെൻസ് കണക്ട് ചെയ്യുക പോലുള്ള വല്ലതൊക്കെ വന്നാൽ മാത്രം ഓണറിനെ കയറ്റുക. എന്നിട്ട് ആവശ്യം കഴിയുമ്പം അതും റിമൂവ് ചെയ്യുക. ആൾസോ വൺ മോർ തിങ്, നിങ്ങൾ ഓണറായിട്ടുള്ള Gmail ID-യിൽ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും കയറിയിട്ട് എല്ലാം ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തുക കൂടി ചെയ്യണം. ശരി, അത് ഓക്കെ. എന്നാൽ എനിക്ക് ഇപ്പോൾ ഇതിൽ നിന്നൊരു അക്കൗണ്ട് എടുത്ത് കളയണം. അപ്പോൾ എന്ത് ചെയ്യണം? സിമ്പിളായിട്ട് ഇവിടെ തൊടുക, താഴേക്ക് പോവുക, അപ്പോൾ റിമൂവ് ആക്സസ് എന്ന ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യണം. ശേഷം സേവ് അടിക്കുക. വീണ്ടും വെരിഫിക്കേഷൻ ചോദിക്കും. അത് ചെയ്താൽ പരിപാടി കഴിഞ്ഞ്. ഇതുവഴി നിങ്ങളുടെ യൂട്യൂബ് ചാനലിനെ ആരെ കൊണ്ടും ഹാക്ക് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്ക് മാറും. എനിക്കറിയാം ഇത് കേൾക്കുമ്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം, എന്നാൽ ശരിക്കും നിങ്ങൾ ഇത് ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ്. ആൻഡ് ഈ ഒരു ഫീച്ചറിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഒന്നേ പറയത്തുള്ളൂ, ഇത് ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ ആർക്കും നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ മണ്ടത്തരം കാണിച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളായിട്ട് തന്നെ കൊണ്ട് കളയുകയും ചെയ്യും. അതായത് പാസ്വേഡോ ജിമെയിലോ അല്ലെങ്കിൽ ബാക്കപ്പ് കൊടുത്ത നമ്പരോ പോയാൽ നിങ്ങൾക്ക് പണി കിട്ടും. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നെങ്കിൽ സൂക്ഷിച്ച് ബുദ്ധിപൂർവ്വം ഇത് ഉപയോഗിക്കുക. എടാ, ഞാനിതിപ്പോ ഓൺ ആക്കണോ വേണ്ടായോ? നോക്ക്, നിങ്ങൾക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ വെച്ച് ചിലപ്പോൾ ഉണ്ടാകാവുന്ന പണികൾ അറിയാമെങ്കിൽ, അതായത് ഒന്ന് ഫോൺ നമ്പർ കൊടുത്ത് ആ സിം കളഞ്ഞു പോയാൽ പിന്നെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റില്ല, അക്കൗണ്ട് കയറാൻ പറ്റാത്ത അവസ്ഥയിലാവും. ഇനി ഫോണാണ് വെരിഫൈ ചെയ്യാൻ കൊടുക്കുന്നത്, അതിൻ്റെ ആ ഫോൺ കളഞ്ഞു പോയാലും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഫെയിൽ ആകും എന്നെല്ലാം അറിയാവുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണേ ഈ കാര്യം ചെയ്യാം. എടാ, ഇത് രണ്ടും പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തോ കൊടുക്കുന്നത്? അത് രണ്ടും പറ്റും എന്നാ കളഞ്ഞു പോവല്ലേ. പിന്നെ ഇത് രണ്ടും അല്ലാതെ വേറെ ഒന്ന് കൂടി കൊടുക്കാൻ പറ്റും. ആൻഡ് അതാണ് മറ്റൊരു Gmail ID. അത് നിങ്ങൾക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ നോക്കുമല്ല, മറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ അറിയാതെ ഇതൊന്നും ചെയ്യാൻ പോവല്ലേ. എന്തെന്നാൽ പോയാൽ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ തന്നെ കൊണ്ട് കളയും. സോ ആ കാര്യം മനസ്സിലാക്കി അക്കൗണ്ട് സേഫ് ആക്കുന്നതാണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ ഇത് ചെയ്തോ, സീനില്ല. പക്ഷേ നേരെ മറിച്ചാണ് നിങ്ങളുടെ കാര്യമെങ്കിൽ, അതായത് ഒന്നും അറിയില്ല അക്കൗണ്ട് സേഫ് ആക്കണം എന്നാണ്, ചെയ്യരുത്. നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങളിതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം, അല്ലാതെ പഠിക്കുന്നതിന് മുമ്പ് കയറി ചെയ്യല്ലേ. ആൾസോ ഞാൻ നോക്കിയിട്ട് ബിഗിനേഴ്സിന് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം വരത്തില്ല. നോക്ക്, ഇങ്ങനൊരു സെറ്റിങ്സ് യൂട്യൂബിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിതിപ്പോൾ പറഞ്ഞത്. അല്ലാതെ ഇതും വ്യൂസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആൻഡ് ഇതോടുകൂടി പെർമിഷൻ എന്ന ഭാഗവും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തെയാണ് കമ്മ്യൂണിറ്റി മോഡറേഷൻ. ഇത് മെയിനായിട്ട് കമ്മ്യൂണിറ്റിയില്ലേ അതിലെയും കമൻറ്റ് സെക്ഷനിലെയും സെറ്റിങ്സ് ആണ്. ഇവിടെ ഈ കമൻസും മോഡറേഷനും നമ്മൾ നേരത്തെ അപ്ലോഡ് ഡിഫോൾട്ട് ചെയ്തതാണ്. സോ അതിനെ മൈൻഡ് ചെയ്യണ്ട, കാരണം നമ്മൾ നേരത്തെ ഇതിൻ്റെ അകത്ത് ചെയ്തായിരുന്നു. ഇനി താഴെയുള്ളത് ലൈവ് ചാറ്റിലാണ്. ഇതിലെ മോഡറേഷൻ നണ്ണാണ്. നിങ്ങൾക്ക് വേണേ ബേസിക് കൊടുക്കാം, എന്നാൽ മറ്റേതാണ് നല്ലത്.
അടുത്ത നിങ്ങളുടെ കമൻറ്റിലും മറ്റും ആരും ഇടരുത് എന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അത് കൊടുത്താൽ മതി, അവരെ കൊണ്ട് ഇടാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ഇരട്ടപ്പേര് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ ആരും നിങ്ങളുടെ ഇരട്ടപ്പേര് കമൻ്റായിട്ട് ഇട്ടാലും അവർക്കല്ലാതെ വേറെ ആർക്കും അത് കാണാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിക്കോളും. അതിൻ്റെ ഏറ്റവും താഴെയുള്ള ഇത് നിങ്ങൾ ഓണാക്കിയാൽ ഹാഷ്ടാഗും ലിങ്കും ഒക്കെ ഇടുന്ന കമൻസ് ഹോൾഡ് ആകും. അതായത് ആരെക്കൊണ്ടും അവരുടെ വീഡിയോസിൻ്റെ ലിങ്ക് ഒന്നും നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ഇടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വേണേ ഓണാക്കാം, അല്ലെങ്കിൽ ഓഫാക്കാം. ഞാൻ ഓഫാക്കുന്നു. ഇനി അടുത്തതെടുത്താൽ അതിൽ കുറേ ഉണ്ട്, എന്നാൽ ബിഗിനറിന് ഇത് മാത്രമേ ആവശ്യം വരൂ. സംഭവം സിമ്പിളാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ചാനലിനെ ഹൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന ആ ചാനലിൻ്റെ ലിങ്ക് കൊടുത്താൽ മതി. അതുവഴി ആ ചാനലിൻ്റെ കമൻ്റ് ഒന്നും നിങ്ങളുടെ ചാനലിൽ കാണിക്കത്തേ ഇല്ല. സെയിം രീതിയിൽ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ വഴി വല്ല ചാനലിനെയും ഹൈഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഇവിടെയാണ് വന്ന് കിടക്കുന്നത്. സോ നിങ്ങൾക്ക് അവരെ അൺഹൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് ഇതിൽ നിന്നെടുത്ത് കളഞ്ഞാൽ മാത്രം മതി. ആൻഡ് അതിന് എക്സാമ്പിളായി എൻ്റെ ചാനലിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ചാനൽ. ഞാനിവിടെ പോയി ആ ലിങ്ക് കോപ്പി ചെയ്തു, ആൻഡ് അതെടുത്തുകൊണ്ട് വന്ന് ഇത് ഇട്ടു. കണ്ടില്ലേ? ഇതുവഴി എൻ്റെ മെയിൻ ചാനലിൽ നിന്ന് ഞാൻ ഈ ചാനലിലേക്ക് ഏത് കമൻറ്റ് ഇട്ടാലും ആ കമൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഹൈഡ് ആവും. ഇനി ഇവിടെ നോക്കിയാൽ വേറെ ഓപ്ഷൻ ഉണ്ട്, ആൻഡ് ഇതും ബിഗിനറിന് ആവശ്യം വരില്ല. സോ ഇതോടുകൂടി കമ്മ്യൂണിറ്റി മോഡറേഷനും കഴിഞ്ഞു. ആൻഡ് അടുത്തത് ഇതാണ്, എന്നാൽ അതിൽ സെറ്റിങ്സ് ഒന്നുമില്ല. അതിൻ്റെ അടുത്തത് ഇതാണ്, ആൻഡ് അതും ഒന്നുമില്ല. അങ്ങനെ ഇതോടുകൂടി നിങ്ങൾ സെറ്റിങ്സിൻ്റെ അകത്തുള്ള സകല സെറ്റിങ്സും എന്താണെന്നും എങ്ങനെ ഓണാക്കാമെന്നും പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ സെറ്റിങ്സിന് പുറത്തുള്ളതും ഉറപ്പായും ചെയ്തിരിക്കേണ്ടതുമായ സെറ്റിങ്സ് എന്താണെന്നും എങ്ങനെ ചെയ്യാമെന്നും കാണിച്ചു തരാം. കൂടെ കാശ് എങ്ങനെ കിട്ടുന്നതെന്നും പറയാം. താഴെ നിന്ന് മുകളിലേക്ക് പോകാം. ഈ ഓഡിയോ ലൈബ്രറി എന്നത് യൂട്യൂബിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് കിട്ടാതെ മ്യൂസിക് എടുക്കാവുന്ന ഒരു സ്ഥലമാണ്. കോപ്പിറൈറ്റ് ക്ലെയിം എന്താണെന്ന് ബിഗിനേഴ്സിന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾ ഓവർതിങ്ക് ചെയ്യണ്ട. പകരം നിങ്ങൾ ഇത്ര മാത്രം അറിഞ്ഞാൽ മതി, ഇതിലുള്ള പാട്ടൊക്കെ നോ കോപ്പിറൈറ്റ് സോങ്സ് ആണ്. ആൻഡ് പണി കിട്ടാതെ ഉള്ള പാട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നെടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ മുകളിലുള്ള സെറ്റിങ്സ് കസ്റ്റമൈസേഷൻ ആണ്. ഇവിടാണ് നമ്മൾ ലോഗോ, ബാനർ എന്നിവ ഇടാൻ പോകുന്നത്. പക്ഷെ അതിന് മുമ്പ് ഒരു ഡൗട്ട്, എന്താണ് ഈ ബാനർ? ബാനർ എന്ന് വെച്ചാൽ ഈ കാണുന്നതാണ്. ആൻഡ് ഇത് സത്യത്തിൽ ഇത്രയും ചെറുതല്ല. അതായത് ഇത്രയും വലിയൊരു ഫോട്ടോയെ നമ്മൾ ഇടണം. അപ്പം സ്ക്രീനിൻ്റെ വലുപ്പം അനുസരിച്ച് ഇത് പല സൈസിൽ കാണിക്കുന്നതാണ്. കുറച്ചുകൂടി മനസ്സിലാവുന്ന പോലെ പറഞ്ഞാൽ ഈ ഫോട്ടോ ഫോണിൽ ഇത്രയും കാണിക്കൂ, ആൻഡ് ലാപ്ടോപ്പിൽ ഇത്രയും കാണിക്കും. ഇനി ഇത് മുഴുവനും കാണണമെങ്കിൽ ടി വിയിൽ യൂട്യൂബ് എടുത്ത് നോക്കണം. സോ ഇതെങ്ങനെ ഉണ്ടാക്കാം, ആൻഡ് യൂട്യൂബിൽ ഇതിനെ എങ്ങനെ എടുത്തിടാം എന്നൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ആൾസോ ലോഗോയും ഉണ്ടാക്കിയിടാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം പറയാം. പല യൂട്യൂബേഴ്സും നിങ്ങളോട് ക്യാൻവ എടുത്ത് അതിലെ ടെംപ്ലേറ്റിലൂടെ ബാനർ ഉണ്ടാക്കാനാകും പറയുക. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളത് ചെയ്യരുത്. കാരണം നിങ്ങൾ ബാനർ ക്യാൻവ വെച്ചുണ്ടാക്കിയെന്ന് വെക്ക്, എന്നാൽ പിന്നെ വീഡിയോ ഇടണമെങ്കിൽ അത് നിങ്ങൾ തന്നെയല്ലേ ഉണ്ടാക്കേണ്ടത്. അതുപോലെ തന്നെ തംബ്നെയിൽ ഇടണമെങ്കിൽ നിങ്ങൾ തന്നെയല്ലേ അതും ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഷോർട്ട് കട്ട് നോക്കാതെ ബാനറിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ അത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തരും. എന്തെന്നാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ബാനർ നല്ലതോ മോശമോ ആകട്ടെ, എന്നാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ടും ഇതൊക്കെ പറ്റും, ഇത് അത്ര എളുപ്പമാണെന്ന് സ്വയം മനസ്സിലാകും. സോ ക്യാൻവയിൽ ഉണ്ടാക്കണേ ഉണ്ടാക്കിക്കോളൂ, തെറ്റില്ല. എന്നാൽ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ഈ ആപ്പും ഈ ഫോട്ടോസും എൻ്റെ ടെലിഗ്രാം ചാനലുണ്ട്, കയറിയെടുത്തോ. പിന്നെ ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ കിട്ടില്ല. സോ ടെലിഗ്രാമിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരാപ്പ് എടുക്കണം, പിക്സലാബ് എന്നുള്ള ആപ്പ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് ബാനർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുവാണെങ്കിൽ വീഡിയോ ഈ ഭാഗം തൊട്ട് കണ്ടാൽ മതി. നമുക്ക് ബാക്കി പറയാം. ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ലോഗോയും ഈ ബാനറുമാണ്. എന്തായാലും ഫസ്റ്റ് ബാനർ ഉണ്ടാക്കാം, എന്നിട്ട് ലോഗോ ഉണ്ടാക്കാം. സോ ഈ ബാനർ ഉണ്ടാക്കാൻ നമുക്ക് 2 ആപ്ലിക്കേഷൻ വേണം. ഒന്ന് പിക്സലാബ്, 2 PSCC. ആൻഡ് ആദ്യം നിങ്ങൾ പിക്സലാബ് തുറക്കുക. ഓക്കെ, നിങ്ങൾ ഈ ആപ്പ് തുറന്നാൽ ഇങ്ങനെ ഉണ്ടാവും. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് താഴെയുള്ള ഇതിൽ തൊട്ട് ഇമേജ് സൈസ് എടുത്ത് ഇതിൽ പോയി യൂട്യൂബ് ചാനൽ ബാനർ സെലക്ട് ചെയ്ത ശേഷം ഓക്കെ കൊടുക്കുക. എനിക്ക് ജസ്റ്റ് ലേൺ വിത്ത് എഡിറ്റർ എന്നുള്ള ഈ ടെക്സ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി. സോ അതിന് ഈ പെൻസിലില്ലേ അതിൽ തൊട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ വരും. ആൻഡ് ഈ കാണുന്നതിനെ ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ ടൈപ്പ് ചെയ്ത് ഈ ഡൺ അടിക്കുക. എനിക്ക് ലേൺ വിത്ത് എഡിറ്റർ എന്നുള്ള ടെക്സ്റ്റ് 2 ഫോണ്ടിൽ വേണം. അതായത് ലേൺ വിത്ത് എന്നുള്ളത് ഈ രീതിയിലായിരിക്കണം, എഡിറ്റർ എന്നുള്ളത് ഈ രീതി വരണം. സോ എനിക്ക് അങ്ങനെ വേണമെങ്കിൽ ഇതിനെ ഞാൻ 2 ടെക്സ്റ്റ് ആക്കി 2 ഫോണ്ട് ചൂസ് ചെയ്യണം. സോ ഞാനിവിടെ എഡിറ്ററിന് അടിച്ചിട്ടുണ്ട്, ഡൺ അടിച്ചു. ഇനി ഇവിടെ വന്ന് ഇതിൽ നിന്ന് ഫോണ്ട് ചൂസ് ചെയ്യണം. പേടിക്കേണ്ട, ഞാൻ ടെലിഗ്രാമിൽ എല്ലാ ഫോണ്ടും ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടത് കയറി എടുക്കാവുന്നേ ഉള്ളൂ. ആൻഡ് നിങ്ങൾ ടെലിഗ്രാമിൽ നിന്ന് ഫോൺ എടുക്കുമ്പം ആ ഫോണ്ട് ഡൗൺലോഡ്സ് എന്നുള്ള ഫോൾഡറിലായിരിക്കും പോയി കിടക്കുന്നത്. സോ ഇതിൽ തൊടുക, ആൻഡ് ഇവിടെ ഒന്നുകൂടി തൊടുക. എന്നിട്ട് ആ ഫോൾഡർ വെച്ച് ആ ഡൗൺലോഡ് ചെയ്ത ഫോണ്ടിനെ പിക്സലാബിലോട്ട് കയറ്റുക. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് വേണ്ട ഫോണ്ട് ഞാൻ ചൂസ് ചെയ്തു. കണ്ടില്ലേ? അങ്ങനെ ഈ ടെക്സ്റ്റ് റെഡി.
അടുത്തതിനെ ഉണ്ടാക്കാൻ ഇവിടെ പോയിട്ട് ഈ കോപ്പി ചെയ്യുക, എന്നിട്ട് ഇതിനെ ഒന്നുകൂടി എഡിറ്റ് ചെയ്ത് ലേൺ വിത്ത് എന്നാക്കി, എന്നിട്ട് നേരത്തെ ചെയ്ത അതേ രീതിയിൽ മെറ്റേ ഫോണ്ട് ഇതിന് ചൂസ് ചെയ്തു. ഇനി ഇതിനെ കുറച്ച് വലുതാക്കി വെച്ച് ഇവിടെ പോയി ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആക്കണം. അതിന് ഇവിടെ തൊട്ടാൽ മതി. ശേഷം സേവ് ആസ് ഇമേജ് എടുത്ത് ഇത് അൾട്രാ കൊടുത്ത് സേവ് ടു ഗ്യാലറിയിൽ തൊടുക. ഇപ്പം ഈ ചെയ്തത് ഒരു ഫോട്ടോ ആയിട്ട് സേവ് ആയിട്ടുണ്ട്. ഇനി PSCC തുറക്കാം. എന്നിട്ട് ഇവിടെ തൊട്ട് ഫോട്ടോ ലൈബ്രറി എടുത്ത് പിക്സലാബ് എന്നുള്ള ഫോൾഡറിൽ പോയി നമ്മളുണ്ടാക്കിയ ഫോട്ടോ ആഡ് ചെയ്യണം. നമ്മൾ ഈ ഫോട്ടോ പിക്സലാബിൽ യൂട്യൂബ് ചാനൽ ബാനറിൻ്റെ സൈസിലാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആ സൈസ് താനെ വരും. ഇനി സൈഡിൽ തൊട്ട് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസ് ആഡ് ചെയ്യാൻ പറ്റും. ഈ ഫോട്ടോ എന്തിനാണ് ആഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ബാനർ മറ്റുള്ളവരുടെ മൊബൈലിൽ എവിടം വരെ കാണിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗം കാണിക്കില്ല എന്നെല്ലാം നേരത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതായത് ഇതിൻ്റെ അകത്ത് നിങ്ങൾ വേണ്ടത് കൊടുത്താൽ അത് ഫോണിൽ പെർഫെക്റ്റ് ആയിട്ട് കാണിക്കും. ഇനി അതിൽ പുറത്ത് പോയാൽ ആ ഭാഗം മൊബൈലിൽ കാണിക്കില്ല. അതുകൊണ്ട് ഇതും ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, കയറിയെടുത്തോ. സോ അത് ആഡ് ചെയ്യണം. ശേഷം ഒരു MD ലെയർ ഉണ്ടാക്കുക. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ അത് താഴോട്ടാക്കുക. ഈ PSCC നിങ്ങൾ ബിഗിനേഴ്സിന് തുടക്കത്തിൽ മനസ്സിലാവാൻ ഭയങ്കര പാടാണ്. എന്നാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ PSCCയുടെ ഒരു ബിഗിനർ ട്യൂട്ടോറിയൽ ഇടാം. അതല്ലെങ്കിൽ നിങ്ങൾ ഈ ബാനർ കംപ്ലീറ്റ് ആയിട്ട് പിക്സലാബിൽ ഉണ്ടാക്കിയാലും മതി. കാരണം ഇതൊരു സിമ്പിൾ ബാനറാണ്. ഇത് നിങ്ങൾക്ക് പിക്സലാബിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ PSCCയിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് കാണിച്ചു തരുന്നതെന്ന് മാത്രം. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തൽക്കാലം ഈ തൊടുന്ന ഇത് കണ്ടോ, അത് വെച്ച് ഞാൻ എവിടെയാണ് തൊടുന്നത്, എന്തുവാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് താനെ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ സ്പീഡ് കുറച്ചിട്ട് കണ്ടാൽ മതി. താൽക്കാലികമായിട്ട് അത് നിങ്ങളെ സഹായിക്കും. ഇനി ഞാൻ ആ MD ലെയറിൽ ബ്ലാക്ക് കളർ കൊടുത്തു. കാരണം എൻ്റെ ബാനറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആണ്. പക്ഷേ അങ്ങനെ ഇട്ടപ്പം ഈ പിക്ക് എനിക്ക് ഈ യൂസ് ഇല്ലാതാവും. അതായത് കാണാൻ പറ്റത്തില്ല, വ്യത്യാസമൊന്നും അറിയാൻ പറ്റത്തില്ല. സോ അത് പരിഹരിക്കാൻ വേണ്ടി ആ പിക്കിനെ സെലക്ട് ചെയ്ത് ഇവിടെ തൊട്ട് ഇൻവെർട്ട് അടിച്ചു. അപ്പോൾ അത് വെള്ളയായത് കാണാൻ പറ്റും. ഇനി ഈ ഫോട്ടോയിലെ ടെക്സ്റ്റിനെ 2 ലെയറിലാക്കി മാറ്റണം. സോ അതിനുവേണ്ടി മെറ്റേ പിക്കിനെ ഹൈഡ് ചെയ്ത് ഈ ഒരു ടെക്സ്റ്റിനെ സെലക്ട് ചെയ്ത് അതിനെ വേറെ ലെയറിലാക്കി മാറ്റിയിട്ട് മെറ്റേ ലെയർ സെലക്ട് ചെയ്ത് അതിനെ ക്ലിയർ ചെയ്ത്, എന്നുവെച്ചാൽ ഡിലീറ്റ് ചെയ്ത് ആ ഭാഗം മാത്രം. അതിനിപ്പോൾ നോക്കിയാൽ കാണാം ഈ ടെക്സ്റ്റ് രണ്ടും 2 ലെയറിലായിട്ട് മാറിയിട്ടുണ്ട്. അടുത്തതായി എഡിസ്റ്റർ എന്ന ടെക്സ്റ്റുള്ള ലെയറിൽ പോയി അതിനെ സെലക്ട് ചെയ്ത് കളർ ഫില്ല് ചെയ്തു. എനിക്ക് വേണ്ടത് പച്ചയാണ്, ഞാനത് ഇവിടുന്ന് എടുത്തു. എന്നിട്ട് ലേൺ വിത്ത് എന്നുള്ള ടെക്സ്റ്റ് എടുത്ത് എഡിസ്റ്റർ എന്നുള്ള ടെക്സ്റ്റിന് മുകളിൽ വെച്ചു. പിന്നെ ഡ്രോപ്പ് ഷാഡോ എടുത്ത് അതും ഞാൻ കൊടുത്തു. ഇങ്ങനെ നമ്മൾ ഒരു ചാനൽ ബാനർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഈ കാണുന്ന പിക്ക് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് അതിനെങ്ങ് ഹൈഡ് ചെയ്ത് മാറ്റി. ലാസ്റ്റായിട്ട് നമുക്ക് വേണ്ട ബാനർ മാത്രം വെച്ചിട്ട് ഇതിനെ സേവ് ചെയ്യുക. എന്നിട്ട് ഇവിടെ തൊട്ട് ഗ്യാലറിയിൽ സേവ് ചെയ്തോളൂ. ബാനർ റെഡി. അടുത്തത് ലോഗോയാണ്. എന്നാൽ അതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിലിടാം. കാരണം വീഡിയോയുടെ ലെങ്ത് ഇപ്പം തന്നെ കൂടി. സോ ഈ ലോഗോ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയണമെന്നുള്ളവർ ടെലിഗ്രാമിൽ പോയി ഈ വീഡിയോസ് കണ്ടാൽ മതി. ഓക്കെ, ഫസ്റ്റ് ചാനൽ ബാനർ അപ്ലോഡ് ചെയ്യാം. അതിന് അപ്ലോഡിൽ തൊട്ട് നമ്മൾ ഉണ്ടാക്കിയ ബാനർ ഇവിടെ അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ ഈ ചാനൽ ഇങ്ങനെ ആക്കും. അടുത്ത ലോഗോ സെറ്റ് ചെയ്യണം. അപ്ലോഡിൽ തൊട്ടു, ഫോട്ടോ എടുത്തു, ഡൺ അടിച്ചു. ഇപ്പോൾ ചാനൽ ഇങ്ങനായി. താഴേക്ക് പോയാൽ അടുത്തത് ഡിസ്ക്രിപ്ഷനാണ്. ബേസിക്കലി ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂവേഴ്സിനോട് നിങ്ങളുടെ ചാനലിനെ കുറിച്ച് എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതിവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ആൾസോ കൂടെ ഒരു Gmail ID കൂടി കൊടുക്കാൻ മറക്കല്ലേ. കാരണം ഇതുവഴി നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ഒക്കെ തരണമെന്നുള്ളവർക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കൊടുക്കുന്നതെല്ലാം ചാനലിൻ്റെ ഈ ഭാഗത്തായിട്ട് വന്ന് കിടക്കും. കാര്യം മനസ്സിലായല്ലോ? നിങ്ങൾക്ക് പറയാൻ ഇഷ്ടമുള്ളത് ഇവിടെ കൊടുക്കാം. അടുത്ത ചാനൽ URL എന്നത് നിങ്ങളുടെ ചാനലിൻ്റെ ലിങ്കാണ്. എന്നുവെച്ചാൽ നിങ്ങൾ ഈ ലിങ്ക് കോപ്പി ചെയ്ത് ആർക്ക് അയച്ചാലും ആ ലിങ്ക് വഴി അവർക്ക് നിങ്ങളുടെ ചാനലിൽ എത്തിപ്പെടാൻ പറ്റും. എന്നുവെച്ചാൽ കാണാൻ പറ്റും. ഇനി താഴെയുള്ള ആഡ് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ വെച്ച് ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള നിങ്ങളുടെ മറ്റ് സോഷ്യൽ മീഡിയ ലിങ്ക്സ് ഇവിടെ കൊടുക്കാൻ പറ്റും. അതായത് ആ ലിങ്ക്സ് നിങ്ങളുടെ ചാനലിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ആഡ് ചെയ്ത് കാണിക്കാം. ഇതാണ് എൻ്റെ ടെലിഗ്രാം ചാനൽ. ഞാൻ ഇതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തു. ശേഷം ഇവിടെ ആഡ് ലിങ്കിൽ തൊട്ട് ലിങ്ക് ടൈറ്റിൽ ടെലിഗ്രാം എന്ന് കൊടുത്തു. എന്നിട്ട് ആ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഈ രീതി നിങ്ങൾക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും മറ്റും ഇവിടെ കൊടുക്കാവുന്നതാണ്. അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും. ഇനി കൊടുത്തത് കളയാൻ വേണ്ടിയിട്ട് ഇവിടെ തൊട്ടാൽ മതി. അതിൻ്റെ താഴെയുള്ള അടുത്ത ഓപ്ഷനാണ് കോൺടാക്റ്റ് ഇൻഫോ. ഇവിടെ നിങ്ങളെ മറ്റുള്ളവർ കോൺടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന Gmail ID കൊടുക്കുക. പിന്നൊരു കാര്യം, ഇവിടെ ഒരിക്കലും നിങ്ങളുടെ മെയിൻ ID-യുടെ Gmail കൊടുക്കല്ലേ. എന്നാൽ ഈ കൊടുക്കുന്ന ID എല്ലാവർക്കും കാണാൻ പറ്റും. അതുകൊണ്ട് വേറൊരു പുതിയ ID ഉണ്ടാക്കി അത് മാത്രമേ ഇവിടെ കൊടുക്കാവുള്ളൂ. അടുത്ത ഓപ്ഷനാണ് വീഡിയോ വാട്ടർമാർക്ക്. ഇത് കൊടുത്താൽ നിങ്ങളുടെ വീഡിയോയിൽ ഇങ്ങനെ വരും. ഇവിടെ എന്ത് വേണമെങ്കിലും കൊടുക്കാം.
ഒന്നുകിൽ നിങ്ങളുടെ ലോഗോ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സബ്സ്ക്രൈബ് എന്നും പറഞ്ഞുള്ള എന്തെങ്കിലും പിക്ക് കൊടുക്കാം. ആൻഡ് എന്ത് വേണം കൊടുക്കാം. സോ അത് കൊടുക്കാൻ അപ്ലോഡിൽ തൊട്ട് നിങ്ങൾക്ക് എന്താണോ കൊടുക്കേണ്ടത് ആ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യുക. ആൻഡ് ഇത് വീഡിയോയിൽ ഇങ്ങനെ അതും കാണിക്കുക. ഈ ഫോട്ടോയും ഞാൻ ടെലിഗ്രാമിൽ കൊടുത്തേക്കാം, വേണമെങ്കിൽ കയറി എടുത്തോ. ആൻഡ് അങ്ങനെ പ്രൊഫൈലിലുള്ള മൊത്തം കാര്യങ്ങളും നിങ്ങൾ ക്ലിയർ ചെയ്തു. അടുത്തയാണ് ഹോം ടാബ്. ഫസ്റ്റ് തന്നെ ഇത് ഓണാക്കുക. ഇനി ഇത് ഞാൻ എന്താണെന്ന് പറയാം. നിങ്ങളുടെ ചാനലിൻ്റെ ഈ ഭാഗത്ത് എന്തൊക്കെ എങ്ങനെയൊക്കെ കാണിക്കണമെന്ന് തീരുമാനിക്കുന്നതാണ് ഈ ഓപ്ഷൻ ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫോർ യു എനിക്കത് ഇഷ്ടമല്ല, ഞാനത് കളഞ്ഞ്. വീഡിയോ ഒക്കെയാണ് കിടന്നോട്ടെ, ഷോർട്ട് വീഡിയോയും എനിക്കിഷ്ടമല്ല പോട്ടെ, ലൈവ് സ്ട്രീം ഞാൻ ചെയ്യാറില്ല, പ്ലേലിസ്റ്റ് ഇവിടെ വേണ്ട, പോസ്റ്റും വേണ്ട, കൊളാബറേഷനും വേണ്ട. സോ ഇപ്പം ഒരെണ്ണം ഇതിലുള്ളു വീഡിയോസ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റ് ഇട്ട വീഡിയോ ആ ഒരു ഓർഡറിൻ്റെ അകത്ത് കാണിക്കും. അതായത് ഓരോ വീഡിയോ ഇടുന്നതനുസരിച്ച് ആ ഒരു ഓർഡറിൽ ഇത് ഹോം ടാബിൽ കാണിക്കും. ഇനി ആഡ് സെക്ഷൻ എടുത്ത് പോപ്പുലർ വീഡിയോസ് ആഡ് ചെയ്യാം. ഇതുവഴി നിങ്ങളുടെ വീഡിയോസിന് വ്യൂസിൻ്റെ എണ്ണം അനുസരിച്ച് കാണിക്കും. അതായത് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് ആദ്യം, ആൻഡ് അതിൽ കുറവ് വ്യൂസ് വെച്ച് താഴേക്ക് പോകും. അടുത്ത മെയിൻ ഓപ്ഷനാണ് ഫീച്ചേർഡ് ചാനൽ. ഈ ഓപ്ഷൻ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡ് ചാനൽസൊക്കെ മെയിൻ ചാനലിൽ കാണിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എൻ്റെ ചാനൽ ഇതാണ്, ആൻഡ് ഇത് എനിക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇതിന് സെക്ഷൻ ടൈറ്റിൽ മെയിൻ ചാനൽ കൊടുത്തു, എന്നിട്ട് ഇവിടെ എൻ്റെ ചാനൽ നെയിം സെർച്ച് ചെയ്തു, ആൻഡ് അത് സെലക്ട് ചെയ്തു, ഡൺ അടിച്ചു. കണ്ടില്ലേ വന്നത്? ഇനി എനിക്കിതിനെ ഒന്ന് അറേഞ്ച് ചെയ്യണം. ഏറ്റവും മുകളിൽ ഫീച്ചേർഡ് ചാനൽ, അതിൻ്റെ താഴെ പോപ്പുലർ വീഡിയോസ്, ഏറ്റവും താഴെ വീഡിയോസ്, ആൻഡ് ഇവിടെ പബ്ലിഷ് എന്നതിൽ തൊടുക. ശ്രദ്ധിക്കുക, ഈ പബ്ലിഷ് എന്നതിൽ നിങ്ങൾ തൊട്ടില്ലെങ്കിൽ ഈ ചെയ്തതൊന്നും തന്നെ സേവ് ആകത്തില്ല. അതായത് ഈ ഒരു ബട്ടൻ്റെ അകത്ത് വന്ന് നിങ്ങൾ എന്ത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് പബ്ലിഷ് എന്നുള്ളതിൽ തൊട്ടിട്ടില്ലെങ്കിൽ സേവ് ആകില്ല. സോ അതുകൊണ്ട് സേവ് അടിക്കാൻ മറക്കല്ലേ. ആൻഡ് ഇതോടുകൂടി ചാനൽ കസ്റ്റമൈസേഷൻ കഴിഞ്ഞു. അടുത്തയാണ് ഏൺ. ഇവിടെയാണ് നിങ്ങൾക്ക് ക്യാഷ് എത്ര കിട്ടിയെന്നത് മെയിനായിട്ട് കാണിക്കുന്നത്. പോരാഞ്ഞ് നിങ്ങൾ ഈ പലർക്കും ഉള്ളൊരു സംശയമാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ക്യാഷ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം എന്നുള്ളത്. നിങ്ങൾക്ക് ക്യാഷ് കിട്ടി തുടങ്ങുമ്പം ഈ ഭാഗം ഇങ്ങനെയായി മാറും. അതായത് ഇപ്പോൾ ക്യാഷ് കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെയും, കിട്ടി തുടങ്ങുമ്പം ഇങ്ങനെയും ആകും. ഇനി മൊബൈലിലെ വൈറ്റ് സ്റ്റുഡിയോ വെച്ച് കാണിക്കാനാണെങ്കിൽ ക്യാഷ് കിട്ടുന്നതിന് മുമ്പ് ഇങ്ങനെ, കിട്ടി തുടങ്ങുമ്പോൾ ഇങ്ങനെ. സോ ഇതിനെ എങ്ങനെ ഇങ്ങനെ ആക്കാമെന്ന് പറയാം. അതല്ലെങ്കിൽ ക്യാഷ് കിട്ടാത്തവർക്ക് ക്യാഷ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം. എന്നാൽ അതിനു മുമ്പ് ഇതൊക്കെ എന്താണെന്ന് പറയാം. നോക്കിപ്പോൾ കുട്ടികൾക്ക് +1 പഠിക്കണമെന്നുണ്ടെങ്കിൽ അവരാദ്യം 10ാം ക്ലാസ്സിലെ പരീക്ഷ പാസ്സാവണം, അല്ലേ? സെയിം രീതി യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് ക്യാഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരീക്ഷ പാസ്സാവണം. സോ എന്താണ് ഈ പരീക്ഷ? ഇതിലെ ചോദ്യം എന്ത്, ഉത്തരം എന്ത്? ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾക്ക് എങ്ങനെ ഇത് ഈ പാസ്സായി യൂട്യൂബിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും? എല്ലാം സിമ്പിളായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. നോക്ക്, യൂട്യൂബിൽ 2 തരം കണ്ടന്റ് ഉണ്ട്, ആൻഡ് 3 തരം ക്രിയേറ്റേഴ്സും ഉണ്ട്. ലോങ് വീഡിയോയും ഷോർട്സും ആണ് 2 തരം കണ്ടന്റ്. ഇനി 3 തരം ക്രിയേറ്റേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 ഷോർട്സ് മാത്രം ഇടുന്നവർ, ഇവർ ലോങ് വീഡിയോസ് ഇടാറില്ല. 2 ലോങ് വീഡിയോസ് മാത്രം ഇടുന്നവർ, ഇവർ ഷോർട്സ് ഇടാറില്ല. ഇനി 3 ഷോർട്സും ലോങ്ങും ഒന്നിച്ചൊരു ചാനൽ ഇടുന്നവർ. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് 3ാമത്തെ ടൈപ്പ് ക്രിയേറ്ററാണ്, കാരണം ഞാൻ ഷോർട്സ് ഇടാറുണ്ട്, ലോങ് വീഡിയോസ് ഇടാറുണ്ട്. സെയിം രീതിയിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഏതാണെന്ന് നോക്കുക, എന്നിട്ട് ഓർത്ത് വെച്ചോ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം. ഓക്കെ, യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നതിനെയാണ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പ്രോഗ്രാമിനെ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം എന്നും പറയും, അതായത് YPP എന്ന് പറയും. ആൻഡ് നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്ത് പൈസ കിട്ടണേൽ 1000 സബ്സ്ക്രൈബേഴ്സ് ഉറപ്പായും വേണം. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഒന്നെങ്കിൽ 10 മില്യൺ ഷോർട്ട് വ്യൂസ് ലാസ്റ്റ് 90 ദിവസത്തിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആക്കണം. അതായത് 1 കോടി വ്യൂസ് വെറും 3 മാസത്തിൻ്റെ അകത്ത് ഷോർട്സ് വഴി കംപ്ലീറ്റ് ആക്കണം. ഇനി അത് വയ്യായെങ്കിൽ 4000 വാച്ച് അവർ ലോങ് വീഡിയോസ് വഴി കംപ്ലീറ്റ് ആക്കണം. എന്നാൽ ഇത് ലാസ്റ്റ് 365 ദിവസത്തിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആക്കിയാൽ മതി. ഈ വാച്ച് അവർ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ, യൂട്യൂബിൽ നിങ്ങളുടെ വീഡിയോ വ്യൂവേഴ്സ് എത്ര നേരം കണ്ടു എന്ന് കാണിക്കുന്നൊരു സാധനമാണ്. എന്നാൽ യൂട്യൂബ് ഇതിനെങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്, അതല്ലെങ്കിൽ ഈ 4000 വാച്ച് അവർ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ആൻഡ് ഇത് കണ്ടാൽ മതി. സോ ഷോർട്സ് മാത്രം ഇടുന്നവരുടെ കാര്യം എടുത്താൽ, അതായത് 1ാമത്തെ ക്രിയേറ്റേഴ്സിനെ എടുത്താൽ, അവർക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ഉറപ്പായിട്ടും വേണം. കൂടെ ലാസ്റ്റ് 90 ദിവസത്തിൻ്റെ അകത്ത് 1 കോടി ഷോർട്ട് വ്യൂസ് കംപ്ലീറ്റ് ആക്കുകയും വേണം. അതായത് ഇട്ട ഷോർട്സിനെല്ലാം കൂടി 90 ദിവസത്തിൻ്റെ അകത്ത് 1 കോടി വ്യൂസ് കിട്ടണം. ആൻഡ് അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് പൈസ കിട്ടാൻ തുടങ്ങും. ഇനി ഷോർട്സ് ഇടാതെ ലോങ് വീഡിയോസ് മാത്രം ഇടുന്നവർക്ക് പൈസ കിട്ടണേൽ എന്ന് വെച്ചാൽ, 2ാമത്തവർക്ക് പൈസ കിട്ടണേ അവർക്കും 1000 സബ്സ്ക്രൈബേഴ്സ് ഉറപ്പായിട്ടും വേണം. എന്നാൽ അതിൻ്റെ കൂടെ 4000 വാച്ച് അവർ ലാസ്റ്റ് 365 ദിവസത്തിൻ്റെ അകത്ത് കംപ്ലീറ്റ് ചെയ്താൽ മതി. പോട്ടെ, ഇനി രണ്ടും കൂടി ഒന്നിച്ചിടുന്നവരാണ്, മീൻസ് 3ാമത്തവർക്കാണെങ്കിൽ അവർക്ക് ആദ്യം ഇതിൽ ഏതാണോ കംപ്ലീറ്റ് ആകുന്നത് അത് വെച്ച് അവരുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ആ കാര്യം കത്തി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആ പറഞ്ഞ ഭാഗം ഒന്നുകൂടി പോയി കണ്ടാൽ മതി. നമുക്ക് ബാക്കി പറയാം.
ഇപ്പോൾ എൻ്റെ കാര്യം എടുത്താൽ എനിക്ക് 4000 വാച്ച് അവർ ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് തന്നെ കിട്ടി. ആൻഡ് അത് കാരണം ഞാൻ എൻ്റെ ചാനൽ ഈസി ആയിട്ട് മോണിറ്റൈസ് ചെയ്തു. പിന്നെ ഒരു കാര്യം, യൂട്യൂബിൽ ഷോർട്സ് മാത്രം ഇടുന്നവർ, ലോങ് വീഡിയോസ് മാത്രം ഇടുന്നവർ, അല്ലെ രണ്ടും കൂടി ഒന്നിച്ചിടുന്നവർ എന്ന് വേർതിരിവൊന്നുമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. സോ അങ്ങനെ നോക്കിയാൽ ഒരാൾ ചാനൽ തുടങ്ങുമ്പം അയാൾക്ക് ഇതിലേതാണോ ആദ്യം കംപ്ലീറ്റ് ആകുന്നത് അത് വെച്ച് അവരുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് അതിനെ സിമ്പിളായിട്ട് പറയാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച ഒരു രീതിയാണ് ഇത്. അത്രേ ഉള്ളൂ. ആൻഡ് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞത് ഫുൾ മോണിറ്റൈസേഷൻ്റെ കാര്യമാണ്. അതായത് യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും പൈസ ഉണ്ടാക്കണേ ഇത്രയും നേരം പറഞ്ഞത് ചെയ്യണം. എന്നാൽ ഹാഫ് മോണിറ്റൈസേഷനും യൂട്യൂബിൽ ഇപ്പോൾ ഉണ്ട്. ഹാഫ് മോണിറ്റൈസേഷനും ഫുൾ മോണിറ്റൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? നോക്ക്, ഹാഫ് മോണിറ്റൈസേഷൻ ഫുൾ മോണിറ്റൈസേഷൻ വെച്ച് നോക്കിയാൽ 500 സബ്സ്ക്രൈബേഴ്സ് ഉറപ്പായിട്ടും വേണം. ആൻഡ് അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ 30 ലക്ഷം ഷോർട്ട് വ്യൂസോ അല്ലെങ്കിൽ 3000 വാച്ച് അവറോ കംപ്ലീറ്റ് ആക്കിയാൽ മതി. അപ്പോൾ അഡ്സ് ഒഴിച്ച് ഈ കാണിക്കുന്ന എല്ലാം അൺലോക്ക് ആവും. ആൻഡ് അതിലൂടെ നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ ഫുൾ മോണിറ്റൈസേഷൻ ആയാൽ മാത്രമേ നിങ്ങളുടെ ചാനലിൽ കാണിക്കുന്ന പരസ്യങ്ങൾക്ക് നിങ്ങൾക്ക് പൈസ കിട്ടൂ. നോക്ക്, ഇത് ഓർത്ത് നിങ്ങൾ ഇപ്പോൾ ഓവർ തിങ്ക് ചെയ്യേണ്ട. നിങ്ങളിത് കംപ്ലീറ്റ് ആക്കുമ്പം തനിയെ മനസ്സിലാവും. ഇനി എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് യൂട്യൂബും ബാങ്ക് അക്കൗണ്ടും എങ്ങനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്യാഷ് എങ്ങനെ കയ്യിൽ വരും എന്നത്. അടുത്തത് അത് പറയാം. നോക്ക്, നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആക്കണേ, ഒന്ന് ID വെരിഫിക്കേഷൻ ചെയ്യണം. അതിന് ഡ്രൈവിംഗ് ലൈസൻസോ വോട്ടർ ID അഥവാ തിരിച്ചറിയൽ കാർഡോ പാസ്പോർട്ടോ വേണം. അതായത് ഈ പറഞ്ഞതിൽ ഏതേലും ഒരെണ്ണം വേണം. ഇത് കുട്ടികൾക്ക്, അതായത് 18 വയസ്സാകാത്തവർക്ക് കാണാൻ ചാൻസ് കുറവാണ്. എന്നാൽ ആ കുട്ടിയുടെ അമ്മയോ അച്ഛനും സമ്മതിക്കുവാണെങ്കിൽ അവരുടെ ആരുടെയും, അതായത് അമ്മയുടെ അച്ഛൻ്റെയോ ID പ്രൂഫ് വെച്ച് ആ കുട്ടിക്ക് ചാനൽ വെരിഫൈ ചെയ്യാൻ പറ്റും. സോ പ്രായം കുറവാണെന്ന് കരുതി നിങ്ങൾ പേടിക്കേണ്ട, കുട്ടികളാണേലും ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. ഇനി 2, പാൻ കാർഡ് വേണം. ഇത് ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ആൻഡ് പാൻ കാർഡ് ആർക്ക് വേണേലും ഈസി ആയിട്ട് വീട്ടിൽ ഇരുന്ന് തന്നെ എടുക്കാവുന്ന ഒന്നാണ്. ഇപ്പോൾ ഈ ഞാൻ തന്നെ സ്വന്തമായിട്ടാണ് മൊബൈൽ ഉപയോഗിച്ച് ആധാർ വഴി പാൻ കാർഡ് എടുത്തത്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണേലും അത് എളുപ്പം വീട്ടിൽ ഇരുന്ന് ഒരു മൊബൈൽ വെച്ചെടുക്കാവുന്നേ ഉള്ളൂ. എങ്ങനെ എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ നോക്കിയാൽ മതി, ഒരുപാട് ട്യൂട്ടോറിയൽ ഉണ്ട്. അടുത്ത 3, ഒരു ബാങ്ക് അക്കൗണ്ട് വേണം. ഈ 3 കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആർക്കും യൂട്യൂബിൽ നിന്ന് ബാങ്കിലേക്ക് ക്യാഷ് എത്തിക്കാൻ പറ്റും. എന്തോ മനസ്സിലായി, എന്നാ എന്താണെന്നറിയത്തില്ല. നമുക്ക് സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആക്കി ഇതിലേതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊരു അഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടാക്കാൻ യൂട്യൂബ് പറയും. ആൻഡ് അതുണ്ടാക്കാൻ ഒരു ഗൂഗിൾ അക്കൗണ്ട് മാത്രം മതി. സോ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ആദ്യം അഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടാക്കും. ശേഷം ആ അഡ്സെൻസ് അക്കൗണ്ടില്ലേ അതിനെ വെരിഫൈ ചെയ്യണം. ആൻഡ് വെരിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏതേലും ഒരു ID പ്രൂഫ് വേണം. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് വെരിഫൈ ചെയ്തു. ശേഷം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യണം. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം മൊബൈൽ വെച്ച് 3 മിനിറ്റ് കൊണ്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് അതും ഞാൻ മൊബൈലിൽ പാൻ കാർഡ് വെച്ച് ചെയ്തു. എന്നിട്ട് അവസാനം $100 തികയുന്നതിന് മുമ്പ് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം. അതിന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പരും പിന്നെ ചെറിയ ചില സാധനങ്ങളും കൊടുത്താൽ മതി. ആൻഡ് ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ മാസവും നിങ്ങൾക്ക് $100 കംപ്ലീറ്റ് ആയാൽ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത മാസം 21-നും 26-നും ഇടയ്ക്ക് ബാങ്ക് അക്കൗണ്ടിൽ പണം വരും. എനിക്ക് നോർമലി 25-ാം തീയതി വെളുപ്പിനെയാണ് ക്യാഷ് വരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം തന്നെ ചെയ്യാൻ 5 മുതൽ 10 മിനിറ്റ് എടുക്കത്തുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ ഇതെല്ലാം മൊബൈലിൽ തന്നെയാണ് ഞാനും കൊടുത്തത്. സോ ആർക്ക് വേണേലും വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. ആൻഡ് ഈ വീഡിയോയ്ക്ക് 5K ലൈക്ക് കിട്ടിയാൽ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തന്നുകൊണ്ടുള്ളൊരു വീഡിയോ ഞാൻ ഇടാം. മോണിറ്റൈസേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള വീഡിയോ. ആൻഡ് അന്നേരം ഈ പിൻ വെരിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണെന്നും ഞാൻ കാണിച്ചു തരാം. എടാ അതൊക്കെ ഈ ലൈക്കിനും സബ്സ്ക്രൈബേഴ്സിനും എത്ര രൂപ വെച്ച് കിട്ടും? നോക്ക്, ലൈക്കിനും സബ്സ്ക്രൈബേഴ്സിനും കമൻറ്റിനും ഒന്നും യൂട്യൂബ് ക്യാഷ് തരത്തില്ല. മറിച്ച് 1000 വ്യൂസിന് ഇത്ര രൂപ എന്നാണ് യൂട്യൂബ് തരുന്നത്. അതായത് അഡ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ 1000 വ്യൂസിന് ഇത്ര രൂപ. അതല്ലാതെ ഈ ലൈക്ക്, സബ്സ്ക്രൈബേഴ്സ്, കമൻറ്റ്, ഷെയർ അതിനൊന്നിനും നിങ്ങൾക്ക് പൈസ കിട്ടത്തില്ല. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ടാൽ മതി. അതിൻ്റെ അകത്ത് ഞാൻ എനിക്ക് എത്ര രൂപ കിട്ടിയെന്ന് വരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണേൽ തോന്നാം ഈ വ്യൂസിന് മാത്രമേ ക്യാഷ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ വേറൊന്നിനും കിട്ടത്തില്ലയോ എന്നൊക്കെ. വെൽ, അതിൻ്റെ ആൻസറാണ് ഇതൊക്കെ. എന്ന് വെച്ചാൽ അഡ്സ് അല്ലാതെ മറ്റു രീതിയിലും നിങ്ങൾക്ക് ക്യാഷ് കിട്ടും. ആൻഡ് ആ വഴികളാണ് ഇത്. നിങ്ങളിപ്പോൾ ഇത്രയും മനസ്സിലാക്ക്, ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇനി ഈ എന്ന ഭാഗത്ത് നിങ്ങൾ ഓൺ ആക്കേണ്ട ഒരു സെറ്റിങ്സ് ഉണ്ട്. അതാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ഇത് നിങ്ങൾ ഓൺ ആക്കിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റൂ. എന്ന് വെച്ചാൽ ഇത് ഓൺ ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ക്യാഷ് കിട്ടൂ. സോ ഇത് ഓൺ ആക്കാൻ ഇവിടെ തൊടുക, ഫോണിൻ്റെ ലോക്ക് സ്ക്രീൻ പാസ്വേഡ് കൊടുക്കുക, എന്നിട്ട് ഇതുപോലെ ചെയ്താൽ മതി, അത് ഓണാവും. അങ്ങനെ എന്ന ഈ ഭാഗവും നമ്മൾ മനസ്സിലാക്കി. എനിക്കറിയാം ഇപ്പോഴും നിങ്ങൾക്ക് പൈസ കിട്ടുന്നതിനെക്കുറിച്ച് കുറേ സംശയം ബാക്കിയുണ്ട്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമൻ്റായിട്ട് താഴെ കൊടുക്ക്. ഞാൻ ആ കമൻറ്റിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ആയിട്ട് ഇതാണ്. ആൻഡ് ഇതിനെ സിമ്പിളായി പറഞ്ഞാൽ, ഇപ്പം ഞാനൊരു വീഡിയോ ഇട്ടു.
എന്നാൽ നിങ്ങൾ എൻ്റെ അനുവാദമില്ലാതെ ഞാനിട്ട ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ചാനലിലിട്ടാൽ എനിക്കിവിടെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അതായത് എൻ്റെ ഈ വീഡിയോ ഇന്നാളിട്ടു ആൻഡ് അതിന് ഇത്ര വ്യൂസ് കിട്ടിയെന്ന് എനിക്ക് യൂട്യൂബ് കാണിച്ചു തരും. ഇതെൻ്റെ വീഡിയോ നിങ്ങൾ ഉപയോഗിച്ചാൽ എനിക്ക് വരുന്നതാണ്. ഇപ്പം ഞാൻ വിചാരിച്ചാൽ എനിക്ക് നിങ്ങളുടെ ചാനലിന് സ്ട്രൈക്ക് തന്നുകൊണ്ട് ആ വീഡിയോ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. ആൻഡ് ഇങ്ങനെ നിങ്ങൾക്ക് 3 സ്ട്രൈക്ക് കിട്ടിയാൽ നിങ്ങളുടെ ചാനലിനെ യൂട്യൂബിൽ നിന്ന് യൂട്യൂബായിട്ട് ഡിലീറ്റ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ സ്ട്രൈക്ക് കിട്ടിയാലും കൊടുക്കണേലും ഇവിടാണ് കാണിക്കുന്നത്. പിന്നെ സ്ട്രൈക്ക് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഈ ഷോർട്സ് കാണുക. കാരണം 3 എണ്ണം കിട്ടിയാൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചാനൽ കയ്യിൽ നിന്ന് പോകും. ഇനി കിട്ടിയ സ്ട്രൈക്ക് മാറ്റണേ ഇത് കാണുക. പിന്നെ ഇതിൻ്റെ അകത്തുള്ള സകല ഓപ്ഷൻസും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞുതരാം. അടുത്ത തൊട്ട് മുകളിലുള്ളത് സബ് ടൈറ്റിൽസ് ആണ്. എന്നാൽ ഇതും ബിഗിനേഴ്സിന് ഇപ്പോൾ ആവശ്യം വരില്ല. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് വീഡിയോ ഇടുക, വ്യൂസ് കൂട്ടുക എന്നതാണ്. ആൻഡ് അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ആവശ്യം വരില്ല. സോ ഇതിനെയും ഇപ്പം മൈൻഡ് ചെയ്യേണ്ട. അടുത്താണ് കമ്മ്യൂണിറ്റി. ഇവിടെ നിങ്ങളുടെ വ്യൂവേഴ്സിൻ്റെ കമൻറ്റ്, പോസ്റ്റ്, പിന്നെ നിങ്ങളെ ആരെങ്കിലും മെൻഷൻ ചെയ്യുവാണെങ്കിൽ അവരെയും കാണിക്കും. അതായത് ഈ ഭാഗത്താണ് ഇതെല്ലാം കാണിക്കുന്നത്. ഇതല്ലാതെ ഇതിൻ്റെ അകത്ത് ഓണാക്കാനായിട്ട് പ്രത്യേകിച്ച് സെറ്റിങ്സ് ഒന്നും ഇല്ല. അടുത്ത ഓപ്ഷൻ ഇതാണ്. ഇവിടെ നിങ്ങളുടെ ചാനലിൻ്റെ പെർഫോമൻസ് കാണിക്കും. അതായത് ഓരോ മാസത്തെയും അല്ലെങ്കിൽ ലാസ്റ്റ് 28 ദിവസത്തിൻ്റെ അകത്ത് നിങ്ങളുടെ ചാനലിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നിവിടെ കാണിക്കും. ഇതുവഴി ചാനലിൽ ഓരോ മാസവും എത്ര വ്യൂസ് കിട്ടാറുണ്ട്, ആൻഡ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കുറവാണോ കൂടുതലാണോ എന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഈ കാണിക്കുന്നത് എൻ്റെ മെയിൻ ചാനലിൻ്റെ അനലിറ്റിക്സ് ആണ്. കാരണം പുതിയൊരു ചാനലിൽ ഇതൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഇട്ട് തുടങ്ങണം. ഇപ്പോൾ തന്നെ ഈ പുതിയ ചാനലിൽ ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തതുകൊണ്ട് തന്നെ ഇവിടെ കാണിക്കാൻ ഒരു ഡേറ്റയും ഇല്ല. അതുകൊണ്ട് തന്നെ അതിങ്ങനെ കാണിക്കൂ. അടുത്ത ഓപ്ഷൻ ഇതാണ്. ആൻഡ് ഇത് നിങ്ങളിട്ട വീഡിയോസ് കാണിക്കും ഇതുപോലെ. ആൻഡ് ആ വീഡിയോയിൽ ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇൻഡ് സ്ക്രീൻ, കാർഡ്സ്, തംബ്നെയിൽ ടെസ്റ്റ് പോലെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതൊക്കെ തന്നെ ഈ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നില്ല. അതിന് വേറൊരു വീഡിയോ ഉണ്ടാക്കി തരാം. കാരണം ഇതിൻ്റെ അത് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൂടി മനസ്സിലായി എന്ന് വരില്ല. അതുകൊണ്ടാണ്. ഇനി ഡാഷ്ബോർഡ് എന്നുള്ള ഇതിൽ ഇപ്പോൾ പറഞ്ഞ എല്ലാം തന്നെ ചുരുക്കി കാണിക്കും. കണ്ടില്ലേ? പിന്നെ മറക്കണ്ട, ഇതൊക്കെ കാണിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം വീഡിയോ ഇട്ട് തുടങ്ങണം. എന്നിട്ട് വീഡിയോ ഇട്ട് കഴിയുമ്പം ഇതുപോലെ നിങ്ങൾക്കും കാണിക്കും. ആൻഡ് ഇതോടുകൂടി നിങ്ങളൊരു യൂട്യൂബ് ചാനൽ എങ്ങനെ ഉണ്ടാക്കാം, അതിലെ സെറ്റിങ്സ് ഒക്കെ എങ്ങനെ ഓൺ ആക്കാം എന്നെല്ലാം പഠിച്ചു. അതിന് നീ 8 സെറ്റിങ്സ് കാണിച്ചില്ലല്ലോ. നോക്കി, ഈ 8 സെറ്റിങ്സ് ഞാൻ വീഡിയോയുടെ 8 ഭാഗത്തായിട്ട് കാണിച്ചായിരുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 8 സെറ്റിങ്സും വ്യൂസും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് മാത്രമാണ്. അതായത് ഈ 8 സെറ്റിങ്സ് ഓൺ ആക്കിയാൽ മാത്രമേ നിങ്ങളെ കൊണ്ടൊരു യൂട്യൂബ് ചാനലിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റൂ. ആൻഡ് അങ്ങനെയുള്ള 8 സെറ്റിങ്സ് മാത്രമാണിത്. അല്ലാതെ ഇതും വ്യൂസും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. നമുക്ക് പലരും കരുതുന്നത് യൂട്യൂബിൽ ഏതോ ഒരു സെറ്റിങ്സ് ഉണ്ട്, അത് ഓൺ ആക്കിയാലേ അവർക്ക് വ്യൂസ് കിട്ടൂ, ആൻഡ് അത് ഓൺ ആക്കാത്തതുകൊണ്ടാണ് അവർക്കിപ്പോൾ വ്യൂസ് കിട്ടാത്തതെന്ന് കരുതുന്നവർ. നിങ്ങൾ അതിൽ പെട്ട ഒരാളാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സെറ്റിങ്സും യൂട്യൂബിലില്ല. ഒരു സെറ്റിങ്സ് പോലും അങ്ങനെയില്ല. പിന്നെ ഞാൻ തുടക്കത്തിൽ ഈ 8 സെറ്റിങ്സും വ്യൂസുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞത് കള്ളമാണ്. ആൻഡ് അതിൻ്റെ കാരണം ഞാൻ ഈ വീഡിയോയുടെ ഈ ഭാഗത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ കള്ളം പറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ക്ഷമിക്ക്. കാരണം ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത് അങ്ങനെ ഒരു സെറ്റിങ്സും യൂട്യൂബിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. കൂടെ സമാധാനത്തെ ഓർത്താൽ നിങ്ങൾ പുതുതായിട്ട് പഠിച്ച കുറേ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് കാണാൻ പറഞ്ഞ എല്ലാ വീഡിയോസും ഈ ഒരൊറ്റ പ്ലേലിസ്റ്റിലുണ്ട്, കയറി കണ്ടോ. എന്തെന്നാൽ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ടിട്. ഞാൻ ഈ പൈസ കിട്ടുന്നതിനെക്കുറിച്ച് ഒരു പാർട്ട് 2 വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ശരി, ഇതിൽ തൊട്ട് കാണുന്നെങ്കിൽ കണ്ടോളൂ. ബൈ.